ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ, അൽ ഹിക്മ എന്ന് പറഞ്ഞാൽ ഖുർആനിന് പുറമെ നബിക്ക് നൽകപ്പെട്ട മറ്റൊരു പ്രമാണത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് എന്ന് സാധാരണ വിശദീകരിക്കപ്പെടാറുണ്ട്. എന്നാൽ ഈ അൽ ഹിക്മ എന്ന് പറയുന്നത് ഖുർആൻ തന്നെയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഖുർആനിന്റെ ഒരു ഭാഗം തന്നെയാണ് അൽ ഹിക്മത്ത്. ഇതിന് തെളിവായിക്കൊണ്ട് സാധാരണ ഉദ്ധരിക്കാറുള്ള ഒരു ആയത്താണ് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത്ത് വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഇവിടെ ഹുവല്ലദീ അവൻ, അതായത് അല്ലാഹു, ബഅസ ഫിൽ ഉമ്മയ്യീന വേദത്തെക്കുറിച്ച് ജ്ഞാനമില്ലാത്ത ആളുകളിലേക്ക് അവൻ നിയോഗിച്ചു റസൂലൻ മിൻഹും അവരിൽ നിന്ന് തന്നെ ഉള്ള ഒരു ദൂതന്. യത്ലു അലൈഹിം ആയാതിഹി അവന്റെ വചനങ്ങൾ അവർക്ക് ഓതിക്കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട്, വയുസക്കീഹിം അവരെ സംസ്കരിച്ചുകൊണ്ടും, വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത അവർക്ക് വേദവും അൽ ഹിക്മത്തും പഠിപ്പിച്ചുകൊണ്ട്. ഇവിടെ അൽ കിതാബ വൽ ഹിക്മത എന്ന് വാ എന്ന അക്ഷരമിട്ട് പറഞ്ഞതുകൊണ്ട് ഈ അൽ ഹിക്മ എന്ന് പറയുന്നത് ഖുർആനിന് പുറമെയുള്ള മറ്റൊരു പ്രമാണത്തെക്കുറിച്ചാണ്, മറ്റൊരു മതസ്രോതസ്സിനെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് സാധാരണ നമ്മുടെ പണ്ഡിതന്മാരായ ആളുകൾ വിശദീകരിക്കാറുള്ളത്. ഇവിടെ അതിന് പറയുന്ന ഒരു ഭാഷാപരമായ ഒരു കാരണമാണ്. അതായത് അൽ കിതാബ വൽ ഹിക്മത്ത എന്ന് പറഞ്ഞതുകൊണ്ട് വ എന്ന അക്ഷരം അതിൻ്റെ മധ്യത്തിൽ വന്നതുകൊണ്ട്, കിതാബും ഹിക്മത്തും എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഹിക്മത്ത് എന്നുള്ളത് കൊണ്ട് മറ്റൊരു പ്രമാണത്തെയാണ് സൂചിപ്പിക്കുന്നത്, മറ്റൊരു മതസ്രോതസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഖുർആൻ അല്ലാത്ത വേറൊരു മതസ്രോതസ് മുസ്ലിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നതിലേക്കുള്ള സൂചനയാണ് നൽകുന്നത് എന്നാണ് സാധാരണ പറയാറുള്ളത്. എന്നാൽ ഞാൻ ഇവിടെ ആദ്യം ഭാഷാപരമായിട്ടൊരു കാര്യം പറയട്ടെ. ഒരു മൊത്തത്തിൽ ഒന്ന് പറയുകയും പിന്നീട് അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെ എടുത്തൊന്ന് ഉദ്ധരിക്കാൻ വേണ്ടി വ എന്ന അക്ഷരമിട്ടുകൊണ്ട് പിന്നീട് പറയുന്നത് ഭാഷയിലും പ്രയോഗമുണ്ട്, ഖുർആനിലും ഒരുപാട് വചനങ്ങളിൽ പ്രയോഗങ്ങളുണ്ട്. അവിടെയൊന്നും തന്നെ ആ ആദ്യം പറഞ്ഞ വസ്തുവിൻ്റെ, ആദ്യം പറഞ്ഞ സംഗതിയുടെ ഉള്ളിൽ തന്നെയുള്ള അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടാണ് പിന്നീട് അത് എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു പ്രയോഗമാണ് ഈ ആയത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പൊ ജാ അൽ ഖൗമു വ മുഹമ്മദുൻ, കൗമും വന്നു മുഹമ്മദും വന്നു എന്ന് സാധാരണ അറബിയിൽ ഒരു പ്രയോഗം, ഒരു ഉദാഹരണം ഉദ്ധരിക്കാൻ പറയാറുണ്ട്. ഇവിടെ ഈ ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളും വന്നു മുഹമ്മദും വന്നു എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾക്കിടയിൽ മുഹമ്മദിനൊരു പ്രത്യേകതയുള്ളത് കൊണ്ട് ആ മുഹമ്മദിനെ ഒന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞതാണ്. ജനങ്ങളൊക്കെ വന്നു മുഹമ്മദും വന്നു എന്ന് പറഞ്ഞാൽ ആ ആളുകളുടെ ഇടയിൽ മുഹമ്മദിനൊരു പ്രത്യേകതയുള്ളത് കൊണ്ടാണ് ആ മുഹമ്മദിനെ ഒന്ന് വേറിട്ട് പറഞ്ഞത്. അല്ലാതെ ഈ ജനങ്ങളുടെ കൂട്ടത്തിൽപ്പെടാത്ത ഒരാളായതുകൊണ്ടല്ല. ഇത് ഭാഷാപരമായ പ്രയോഗം. എന്നാൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് വല്ല തെളിവുണ്ടോ? ഇത് ഭാഷാപരമായ തെളിവാണ് എന്നാണ് പറയുന്നതെങ്കിൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇതിന് വല്ല തെളിവുകളുമുണ്ടോ എന്നാണ് നമുക്ക് അന്വേഷിക്കാനുള്ളത്. നമുക്കൊന്ന് നോക്കാം സഹോദരങ്ങളെ. വലഖദ് ആതൈന മൂസ വഹാറൂനൽ ഫുർഖാന വളിയാഅം വദിക്റൻ ലിൽ മുത്തഖീൻ, ഒരായത്ത് 21-ാം അധ്യായത്തിലെ 40-ാം വചനമാണ് ഈ പറഞ്ഞത്. വലഖദ് ആതൈന മൂസൽ കിതാബ്, മൂസ വ ഹാറൂന, മൂസാക്കും ഹാറൂനും ഞാൻ നൽകി, അൽ ഫുർഖാന വളിയാഅൻ വദിക്റൻ, 3 എണ്ണാണ് അവിടെ പറഞ്ഞത്.
സത്യാസത്യ വിവേചനവും വെളിച്ചവും ദിക്ർ അനുസ്മരണവും നൽകുകയും ചെയ്തിരുന്നുവല്ലോ. മൂസാക്കും ഹാറൂനിനും നാം സത്യാസത്യ വിവേചനവും ലിയ എന്നൊരു വെളിച്ചവും ഒരു പ്രഭയും സൂക്ഷ്മാലുക്കൾക്കുള്ള അനുസ്മരണവും നൽകുകയും ചെയ്തിരുന്നുവല്ലോ. ഈ വചനത്തിൽ ഫുർഖാൻ എന്ന് ഉപയോഗിച്ചു, ലിയ എന്ന് ഉപയോഗിച്ചു, ദിക്ർ എന്ന് ഉപയോഗിച്ചു. ഈ 3 പദങ്ങൾക്കിടയിലും വ എന്ന അക്ഷരമിട്ട് പറയുന്നുണ്ട്. അത് വിചാരിച്ച്, അങ്ങനെ പറയുന്നുണ്ട് എന്ന് വിചാരിച്ച് മൂസാക്കും ഹാറൂനും 3 ഗ്രന്ഥങ്ങൾ, വേറെ വേറെ ഗ്രന്ഥങ്ങൾ നൽകി, വേറെ വേറെ മതസ്രോതസ്സുകൾ നൽകി എന്ന് വിശദീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ വ എന്ന അക്ഷരമിട്ട് പറഞ്ഞു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അത് രണ്ട് പ്രമാണമായി മാറി നിൽക്കുന്നില്ല എന്നുള്ളതിലേക്ക് സൂചനയായിക്കൊണ്ടാണ് ഞാൻ ഈ വചനം നിങ്ങളെ കേൾപ്പിച്ചത്. അവർക്ക് കൊടുത്തത് ആതൈനാഹുമൽ കിതാബൽ മുസ്തബീൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവർക്ക് ഞാൻ അൽ കിതാബുൽ മുസ്തബീനാണ് കൊടുത്തത്. അപ്പൊ ഈ അൽ കിതാബിൽ പെട്ടത് തന്നെയാണ് ഈ ഫുർഖാനും ലിയാവും ദിക്റും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അവർക്ക് നൽകി അൽ കിതാബൽ മുസ്തബീൻ, കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായ ഒരു അൽ കിതാബ് ഞാൻ ഹാറൂനും മൂസക്കും നൽകി എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഈ അൽ കിതാബിൽ തന്നെയാണ് ലിയ ഉള്ളതും ഫുർഖാനുള്ളതും ദിക്റുള്ളതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് മറ്റൊന്നല്ല. അതുകൊണ്ടാണ് അത് അപ്പോൾ വാവിട്ട് പറഞ്ഞു എന്ന ഒരു കാരണം അത് മതത്തിന് മറ്റൊരു സ്രോതസ്സുണ്ട് എന്നതിന് തെളിവല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മറ്റൊരായത്തിൽ പറയുന്നു, വൈദ് അല്ലം തുക, ഞാൻ നിന്നെ പഠിപ്പിച്ചു, അൽ കിതാബ വൽ ഹിക്മത വത്തൗറാത വൽ ഇൻജീൽ, ഞാൻ നിനക്ക് വേദവും ന്യായവും തൗറാത്തും ഇഞ്ചീലും പഠിപ്പിച്ചു തന്നപ്പോഴും ഇവിടെ നോക്കൂ, തൗറാത്തൊന്നു വേറെ, ഹിക്മത്തൊന്നു വേറെ, ഇഞ്ചീലൊന്നു വേറെ, അൽ കിതാബ് ഒന്ന് വേറെ, ഇങ്ങനെ വേറെ വേറെയാണ് എന്ന് മനസ്സിലാക്കാൻ അപ്പൊ 4 ഗ്രന്ഥം കൊടുത്തു ഈസക്ക് എന്ന് നമ്മൾ പറയേണ്ടി വരും. അതുപോലെ തന്നെ വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വത്തൗറാത വൽ ഇൻജീൽ, അദ്ദേഹത്തിന് ഞാൻ അൽ കിതാബും അൽ ഹിക്മത്തും അത്തൗറാത്തും അൽ ഇൻജീലും പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇതൊക്കെ 4 ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് നൽകിയിരുന്നു എന്ന് പറയാൻ യാതൊരു ന്യായവുമില്ല. ഈ മുകളിൽ പറഞ്ഞ 2 ആയത്തുകളിലും വാ എന്നുള്ള അക്ഷരങ്ങൾ അതിൻ്റെ ഇടയിലൂടെ എല്ലാം വേർതിരിച്ച് വയുഅല്ലിമുഹുമുൽ കിതാബ, അൽ കിതാബ് പഠിപ്പിച്ചു അദ്ദേഹത്തിന്, വൽ ഹിക്മത, അൽ ഹിക്മത്ത് പഠിപ്പിച്ചു, വത്തൗറാത്ത, അത്തൗറാത്ത് പഠിപ്പിച്ചു, വൽ ഇൻജീല, അൽ ഇൻജീല് പഠിപ്പിച്ചു. ഇവിടെ തൗറാത്തും ഇൻജീലും 2 ഗ്രന്ഥങ്ങളാണെന്ന് വാദിക്കാമെങ്കിലും ബാക്കി അൽ കിതാബും അൽ ഹിക്മത്തും അത്തൗറാത്തും ഒക്കെ ഒന്നായിട്ട് മനസ്സിലാക്കാനേ, അല്ലെങ്കിൽ അൽ ഇൻജീല് ഒന്നായിട്ട് മനസ്സിലാക്കാനേ സാധ്യതയുള്ളൂ, വഴിയുള്ളൂ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ വായിട്ട് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഈ കിതാബിൻ്റെ പുറമെയല്ല ഹിക്മത്ത് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അല്ലെങ്കിൽ 4 ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് നൽകി എന്ന്, ഈസക്ക് 4 ഗ്രന്ഥങ്ങൾ നൽകി എന്ന് നമുക്ക് വാദിക്കേണ്ടി വരും, നമുക്ക് അവകാശപ്പെടേണ്ടി വരും. അപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിക്കുന്നത്, ഞാൻ വിശദീകരിക്കുന്നത്, വാ എന്ന അക്ഷരമിട്ടു പറഞ്ഞു എന്നതുകൊണ്ട് തന്നെ അത് മറ്റൊരു മതസ്രോതസ്സിനെ കുറിച്ചോ മറ്റൊരു പ്രമാണത്തെക്കുറിച്ചോ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പറയാനാണ്. ഇനി നോക്കൂ, അല്ലാഹുല്ലദീ അൻസലൽ കിതാബ ബിൽ ഹഖ് വൽ മീസാൻ വമാ യുദ്രീക ലഅല്ല സഅത ഖരീബ് എന്ന് 43-ാം അധ്യായം 17-ാം വചനത്തിൽ പറയുന്നു. അല്ലാഹുല്ലദീ അൻസലൽ കിതാബ ബിൽ ഹഖ്, അല്ലാഹുവാണ് പരമസത്യവുമായിക്കൊണ്ട്, അൽ ഹക്കുമായിക്കൊണ്ട്, ദൈവികമായ സത്യം കൊണ്ട് ഈ അൽ കിതാബിനെ അവതരിപ്പിച്ചു തന്നവൻ, ഇറക്കി തന്നവൻ. വൽ മീസാന, മീസാനിനെയും അവൻ ഇറക്കി എന്ന് പറയുന്നു. അപ്പോ മീസാനിനെയും ഇറക്കി എന്ന് പറയുമ്പോൾ ഇവിടെയും നോക്കൂ,
ഈ നബിക്ക്, പ്രവാചകനായ മുഹമ്മദ് നബിക്ക് ഈ അൽ കിതാബിനു പുറമെ ഒരു തുലാസും കയ്യിൽ കൊടുത്തിരുന്നു എന്ന് മനസ്സിലാക്കാൻ യാതൊരു വകുപ്പുമില്ല. മുഹമ്മദ് നബിക്ക് ജനങ്ങൾക്ക് വസ്തുക്കളും സാധനങ്ങളൊക്കെ അളന്നു കൊടുക്കാൻ വേണ്ടി ഒരു തുലാസും കയ്യിൽ കൊടുത്തിട്ടായിരുന്നു വിട്ടിരുന്നത്. കാരണം ഇവിടെ വൽ മീസാന എന്ന് വേറെ എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സഹോദരങ്ങളായ പണ്ഡിതന്മാർ വാദിക്കും, അവകാശപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഈ അൽ കിതാബിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണെന്ത്, അതിന്റെ മുഖ്യമായ മറ്റൊരു ഭാഗമാണെന്ത്, അൽ മീസാൻ എന്നുള്ളത്. അൽ മീസാൻ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അതിലെ പിന്നെ എല്ലാം ബാലൻസ്ഡ് ആയിട്ട് സന്തുലിതമായ ഒരു ത്രാസ് കണക്ക്, ഒന്നും കൂട്ടാതെ കുറക്കാതെ നിലക്ക് ആ ആശയങ്ങളെ മുഴുവൻ ഒരു ബാലൻസ്ഡ് ആയിക്കൊണ്ട് അവതരിപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ മുഖ്യമായ ഭാഗമായതുകൊണ്ട് ആ അൽ മീസാൻ എന്നുള്ളതൊന്ന് വേറെ എടുത്തു പറഞ്ഞതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ആ സംഗതിയിലെ തന്നെ, ആദ്യം പറഞ്ഞ സംഗതിയിൽ തന്നെ, പക്ഷേ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ള നിലക്ക് പിന്നീട് എടുത്തു പറയുന്ന പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അൽ ഹിക്മത്ത് എന്നുള്ളത്, യുക്തിജ്ഞാനം എന്നുള്ളത്, തത്വജ്ഞാനം എന്നുള്ളത് ആ ഖുർആനിൻ്റെ ഒരു മുഖ്യമായ ഭാഗമായതുകൊണ്ടാണ് യുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത്ത എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ള കാരണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി നോക്കൂ, സൂറത്ത് 17 അധ്യായം 39 വചനത്തിൽ സൂറത്ത് അൽ ഇസ്രാ 17 അധ്യായം അതാണ്. അൽ ഇസ്രായില് ഒരുപാട് സംഗതികൾ, 10 കൽപ്പനകളൊക്കെ ഉണ്ടല്ലോ. ആ കൽപ്പനകൾ ഓരോന്ന് അള്ളാഹുൽ പങ്കു ചേർക്കരുത്, പിന്നെ വ്യഭിചാരത്തോട് അടുക്കരുത്, ആളുകളെ കൊല്ലരുത്, അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തരുത്, ഇങ്ങനെ ഒരുപാട് സംഗതികൾ ഇങ്ങനെ പറഞ്ഞു പോരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോന്നതിന് അതിലൊക്കെ നീ അത് ചെയ്യരുത്. വലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ തഖ്തുലുൻ നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ തഖ്റബുസ് സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ വഔഫുൽ കൈല വൽ മീസാൻ. ഇങ്ങനെ ഓരോ കൽപ്പനകളും വിരോധങ്ങളും പറഞ്ഞതിന് ശേഷം അതെന്തുകൊണ്ട് എന്നുള്ള അതിലെ ഹിക്മത്ത്, അതിലെ യുക്തിയും പിന്നീട് ആ വചനങ്ങളുടെയൊക്കെ അവസാനം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്നഹു കാന ഫാഹിഷൻ, നിങ്ങൾ സിനയോടടുക്കരുത്, കാരണം അത് ഫാഹിഷത്തും വസാഅ സബീല, മോശമായ, അതിലെ യുക്തിയാണ്. എന്തുകൊണ്ടാണ് അത് പാടില്ല എന്ന് പറയാനുള്ള കാരണം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ ശേഷം അതിനുശേഷം 39 വചനത്തിൽ 39 വരെയുള്ള വചനങ്ങളിൽ ഈ ഓരോരോ കൽപ്പനകൾ ഇങ്ങനെ, അത് എൻ്റെ സഹോദരങ്ങൾ മുസ്ഹഫ് എടുത്ത് വായിച്ചു നോക്കും. ഓരോരോ കൽപ്പനകൾ ഇങ്ങനെ പറയുന്നു. ചിലപ്പോൾ വിരോധങ്ങൾ പറയുന്നു, ചിലപ്പോൾ വിലക്കുകൾ പറയുന്നു, ചിലപ്പോൾ കൽപ്പനകൾ പറയുന്നു. അത് പറഞ്ഞ ശേഷം അതിലെ യുക്തിയും പറയുന്നു. അവിടുത്തെ ചെയ്യരുത് എന്നുള്ള കിതാബ്, അതാണ് ശരിക്കും അള്ളാഹിന്റെ തീരുമാനം, വിധി. ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം, അത് അള്ളാഹുവിന്റെ കിതാബ്, വിധിയാണ്. അതിനുശേഷം എന്തുകൊണ്ട് എന്നുള്ളത് അതിലെ യുക്തിയും പിന്നീട് പറയുന്നുണ്ട്. ഓരോ ആയത്തിന്റെയും അവസാനം യുക്തി പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുക. അതിനുശേഷമാണ് 39 വചനത്തിൽ അള്ളാഹു ദാലിക മിമ്മ ഔഹാ ഇലൈക റബ്ബുക മിനൽ ഹിക്മത്തി എന്ന് പറയുന്നത്. ദാലിക മിമ്മ ഔഹാ ഇലൈക റബ്ബുക മിനൽ ഹിക്മത്തി, ദാലിക അത്, മുകളിലേക്കാ ചൂണ്ടുന്നത്, അത് മിമ്മ ഔഹായിലേക്ക, നിന്റെ രക്ഷിതാവ് നിനക്ക് ദിവ്യ സന്ദേശമായി നൽകിയ മിനൽ ഹിക്മത്തി, അൽ ഹിക്മത്തിൽ പെട്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അവിടേക്ക് ദാലിക എന്ന് ചൂണ്ടുന്നത് എവിടേക്കാണ്? 250 വർഷം കഴിഞ്ഞ് പിന്നെ ബുഖാറയിൽ നിന്നും മറ്റും വരുന്ന ഒരാള് ഒരുമിച്ച് കൂട്ടുന്ന ബുഖാരിയിലേക്കാണോ ആ ചൂണ്ടുന്നത്? ദാലിക അതല്ല, നബി ഏതെങ്കിലും വാക്ക് അവിടെ പറഞ്ഞ് ഖുർആനിന് പുറമെ വേറെ ഏതോ ഒരു ഹിക്മത്ത് തൻ്റെ നാവ് കൊണ്ടൊരു വചനം പറഞ്ഞിട്ട് ആ വചനത്തിലേക്കാണോ ചൂണ്ടുന്നത്? അല്ലല്ലോ, മുകളിൽ പറഞ്ഞ ഈ കാര്യങ്ങളിലേക്കാണ് ചൂണ്ടുന്നത്. ദാലിക മിമ്മ ഔഹാ ഇലൈക റബ്ബുക മിനൽ ഹിക്മ എന്ന് പറഞ്ഞത് അതാണ്.
അപ്പോൾ ഇസ്ലാമിക വിരുദ്ധമായ കാര്യം, മോശമായ കാര്യവുമാണ് ഫാഹിഷത്തം വസബീല. അതാണ് അതിലെ ഹിക്മത്ത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഖുർആനിനുള്ളിൽ തന്നെയാണ് ഹിക്മത്ത്. ഖുർആനിന്റെ അൽ കിതാബിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഹിക്മത്ത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അൽ കിതാബിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് മീസാൻ. ഖുർആനിന്റെ ഒരു പ്രത്യേക ഭാഗമാണ് അൽ ഹിക്മത്ത്. അതാണല്ലോ അലിഫ് ലാം റാ കിതാബുൻ വഹിക്മത്ത് ആയാതുഹു. അതിലെ വചനങ്ങൾ ഹിക്മത്തുകൾ അടങ്ങിയതാണ്. അതിലെ വചനങ്ങൾ തത്വജ്ഞാനങ്ങൾ അടങ്ങിയതാക്കപ്പെട്ടിരിക്കുന്നു. സുമ്മ ഫുസ്സിലത്ത് മില്ലദുൻ ഹക്കീമിൻ ഖബീർ. മുഹമ്മദ് നബി അല്ല, ഹക്കീമുൻ ഖബീർ തന്നെ അതിൻ്റെ തഫ്സീലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ വചനങ്ങളാണത്. ഇവിടെ ദൈവത്തിന്റെ വചനങ്ങള് യുക്തിഭദ്രമാക്കപ്പെട്ട ന്യായാധിപനും സൂക്ഷ്മജ്ഞനുമായവന്റെ പക്കൽ നിന്നുള്ള ഈ വചനങ്ങൾ യുക്തിഭദ്രമാക്കപ്പെട്ടതും പിന്നെ വിശദീകരിക്കപ്പെട്ടതുമായ ഒരു കിതാബ്, ഒരു ഗ്രന്ഥമാണ് ഇത് എന്ന് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഖുർആൻ ഒന്നുകൂടി ഈ കാര്യം എൻ്റെ സഹോദരങ്ങളെ ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ഹിക്മത്ത് എന്ന് പറഞ്ഞാലും, നൂർ എന്ന് പറഞ്ഞാലും, ഫുർഖാൻ എന്ന് പറഞ്ഞാലും, മീസാൻ എന്ന് പറഞ്ഞാലും, അൽ ഫുർഖാൻ എന്ന് പറഞ്ഞാലും, അൽ കിതാബ് എന്ന് പറഞ്ഞാലും എല്ലാം ഒന്നാണ്. ഇതൊന്നും വേറെ വേറെ ഗ്രന്ഥങ്ങളല്ല. അതൊക്കെ ഇതിന്റെ പ്രത്യേകതകളെ ചൂണ്ടിക്കാണിക്കാൻ ഇപ്പൊ വായിക്കപ്പെടുന്നതായതുകൊണ്ട് അൽ ഖുർആൻ എന്ന് പറയുന്നു. മാനവരാശിക്ക് വെളിച്ചം നൽകുന്ന ഒന്നായതുകൊണ്ട് നൂറെന്ന് പറയുന്നു. ഇരുട്ടുകളിൽ നിന്ന് മുഴുവൻ മാനവരാശിയെ മുഴുവൻ ദൈവികമായ ഒരു പ്രകാശത്തിലേക്ക് ക്ഷണിക്കുന്ന ഗ്രന്ഥമായതുകൊണ്ട്, എത്തിക്കുന്ന ഗ്രന്ഥമായതുകൊണ്ട് ഇതിനെ നൂറെന്ന് പറഞ്ഞു, അന്നൂറെന്ന് പറഞ്ഞു. അത് യുക്തിഭദ്രമായ ആശയങ്ങൾ അടങ്ങിയ ഗ്രന്ഥമായതുകൊണ്ട് അൽ ഹിക്മത്ത് എന്ന് പറഞ്ഞു. സത്യവും അസത്യവും വേർതിരിച്ച് പറയുന്നതായതുകൊണ്ട് അൽ ഫുർഖാൻ എന്ന് പറഞ്ഞു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ഗ്രന്ഥമായതുകൊണ്ട്, വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആർഗ്യുമെന്റ്സുകൾ, വാദങ്ങൾ അവതരിപ്പിക്കുന്ന ഗ്രന്ഥമായതുകൊണ്ട് അൽ ബുർഹാൻ എന്ന് പറഞ്ഞു. വായിക്കപ്പെടുന്ന ഗ്രന്ഥമായതുകൊണ്ട് അൽ ഖുർആൻ എന്ന് പറഞ്ഞു. ഖറഅ അൽ ഖുർആൻ, ഇത് സദാ വായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമായതുകൊണ്ട് അൽ ഖുർആൻ എന്ന് പറഞ്ഞു. വിധികളടങ്ങിയ, ദൈവത്തിന്റെ തീരുമാനങ്ങളും വിധികളും അടങ്ങിയ ഗ്രന്ഥമായതുകൊണ്ട് അൽ കിതാബ് എന്ന് പറഞ്ഞു. ഇതൊക്കെ അതിൻ്റെ വിശേഷണങ്ങളാണ്. മനുഷ്യന്റെ മനസ്സുകളിലുള്ള എല്ലാ അഴുക്കുകളെയും ക്ലീനാക്കുന്ന ഗ്രന്ഥമായതുകൊണ്ട് ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പാരമ്പര്യവാദികൾ സമ്മതിക്കാത്തതാണ്. അത് ആ സന്ദർഭത്തിൽ വിശദീകരിക്കാം. അതുപോലെ തന്നെ ലിബാസ് എന്ന് പറഞ്ഞു. ഇങ്ങനെ ദൈവികമായ ആശയത്തിന് പല പേരുകൾ നൽകിയിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ ഈ ഗുണങ്ങൾ അതൊക്കെ പ്രധാനിക്കുന്നത് കൊണ്ടാണ് ആ ഗ്രന്ഥത്തിന് ഇങ്ങനെ വിവിധങ്ങളായ പേരുകളിൽ അത് അറിയപ്പെടാനുള്ള കാരണം. നിഅമത്താണെന്ന് പറഞ്ഞു, ഹദീസാണെന്ന് പറഞ്ഞു ഖുർആനെ, അഹ്സനുൽ ഹദീസാണെന്ന് പറഞ്ഞു, അൽ ഹദീസാണെന്ന് പറഞ്ഞു ഖുർആനെ കുറിച്ച്. കാരണം അത് ജനങ്ങളെക്കുറിച്ചുള്ള വൃത്താന്തം നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോ ഖസസ് എന്ന് പറഞ്ഞു. ഇന്ന ഹാദാ ലഹുവൽ ഖസസ്. ഈ എല്ലാ കഥാകഥനങ്ങൾ നടത്തുന്നതായതുകൊണ്ട് ഖസസ് എന്നൊരു വിശേഷണം പറഞ്ഞിട്ടുണ്ട്. ഈ വചനങ്ങൾ നിങ്ങൾക്ക് ഓതിത്തരുന്ന കഥാകഥനങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ എന്താണ്? ഖുർആനിന്റെ തന്നെ വിശേഷണങ്ങളാണ്. ഈ അൽ കിതാബിന്റെ തന്നെ ഓരോരോ ഗുണങ്ങളാണത്. അല്ലാതെ ഇത് ഖുർആനിന് പുറത്തുള്ള ഒന്നാണെന്ന് നാം ധരിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ വാ എന്ന അക്ഷരം പറഞ്ഞതുകൊണ്ട് അത് മറ്റൊന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് ഖുർആനിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇപ്പൊ നമ്മൾ തന്നെ സാധാരണ പറയാറുള്ള സഹോദരന്മാരെ, വലക്കത് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനിൽ അലീം എന്ന് പറയാറുണ്ട്. നിനക്ക് ഞാൻ ആവർത്തിതങ്ങളായ ഈ 7 എണ്ണവും വൽ ഖുർആനിൽ അലീം, മഹത്തായ ഒരു ഖുർആനും നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സബ്അൻ മസാനി ഖുർആനിൽപ്പെട്ടത് തന്നെയല്ലേ? പാരമ്പര്യവാദികൾ സമ്മതിക്കും, അത് ആയിപ്പെട്ടത് തന്നെയാണ്. മറ്റഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, അവിടെ കിടക്കട്ടെ. പക്ഷെ ഇവിടെ വാ എന്നുള്ള അക്ഷരവും ഇട്ട് പറഞ്ഞതുകൊണ്ട് ഈ ഫാത്തിഹ സൂറത്തായ സബ്ഉ മിനൽ മസാനിയും വൽ ഖുർആനിൽ അലീം എന്ന് പറഞ്ഞതുകൊണ്ട് മറ്റതൊരു വേറൊരു ഖുർആനും ഈ പിന്നെ ഫാത്തിഹ സൂറത്ത്
വേറൊന്നും ആകാം. ഇത് രണ്ടും ഒന്നിൽപ്പെട്ട തന്നെയാണ്. പക്ഷേ ഫാത്തിഹ സൂറത്തിന് അതിന് പ്രത്യേകതയുള്ളത് കൊണ്ട് അതിനെ ഒന്ന് എടുത്തു പറഞ്ഞു എന്നുള്ളതാണ് പൂർവികരായ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മറ്റു വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങളൊക്കെ പിന്നീട് അതാതിൻ്റെ സന്ദർഭങ്ങളിൽ നാം വിശദീകരിക്കുന്നത്. ഇനി നോക്കൂ, വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും വമാ അൻസല അലൈക്കും മിനൽ കിതാബി വൽ ഹിക്മ യഅലുക്കും ബിഹി. അവൻ നിങ്ങളെ ഉപദേശിച്ചുകൊണ്ട് ഈ അൽ കിതാബും അൽ ഹിക്മത്തും നിങ്ങളുടെ പേരിൽ അവൻ ഇറക്കിയിരിക്കുന്നു, അവനാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇത് രണ്ടും രണ്ടല്ല എന്ന് വ്യക്തമാക്കുന്ന ഒരായത്താണിത്. യഅലുക്കും ബിഹി, അത് ഉണ്ട് എന്നാണ്. നേരെ മറിച്ച് ഇവിടെ പിന്നീട് രണ്ട് വസ്തുക്കൾ, രണ്ടാളുകളുടെ പേര് അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളുടെ പേര് ആദ്യം പറഞ്ഞ ശേഷം പിന്നീട് അതിലേക്ക് ലമീർ എന്നാ പറയാം അറബിയിൽ. അത് എൻ്റെ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒരു ലേശം അറബി വ്യാകരണപ്രകാരം ആദ്യം മുഹമ്മദും അഹമ്മദും എന്ന് പറഞ്ഞിട്ട് രണ്ടാളെ പിന്നീട് ഹുമാന്നാ പറയാം. അവർ രണ്ടുപേർ എന്നാ പറയാം. പിന്നെ ഹുവാന്ന് അവൻ ഒറ്റക്കെന്ന് പറയില്ല. അതുകൊണ്ടാണ് ഇവിടെ അൽ കിതാബ് വൽ ഹിക്മത്ത എന്ന് പറഞ്ഞതിന് ശേഷം യഅലുക്കും, അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുന്നു, ബിഹി, അതുകൊണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഖുർആനും ഹദീസും ആണ്. രണ്ട് വ്യത്യസ്തങ്ങളായ രണ്ടെണ്ണമാണെങ്കിൽ യഅലുക്കും ബിഹിമ എന്നാണ് പറയുക എന്നുള്ളതാണ് വിനീതമായി എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അത് നിങ്ങളൊരു ഹദീസ് കേട്ടിട്ടുണ്ടാവും. ഒരു ഹദീസിൽ ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ. കണ്ടോ, ബിഹിമ അതൊരു ഹദീസാണ്. ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യം ഇട്ടേച്ചു പോകുന്നു, ആ രണ്ട് കാര്യവും നിങ്ങൾ മുറുകെ പിടിക്കുന്ന പക്ഷം ഒരിക്കലും നിങ്ങൾ പിഴച്ചു പോവുകയില്ല. അതാണ് ബിഹിമ. തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ. കാരണം അത് രണ്ട് അമ്രൈനിൽ കാണും. ഇവിടെ രണ്ട് വസ്തുക്കളാണെങ്കിൽ, രണ്ട് വ്യത്യസ്തങ്ങളായ വസ്തുക്കളാണെങ്കിൽ, സംഗതികളാണെങ്കിൽ ഇവിടെ യഅലുക്കും ബിഹിമ എന്നാണ് പറയേണ്ടത്, യഅലുക്കും ബിഹി എന്നല്ല. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒന്നാണ്, ഒന്നിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പിന്നീട് അതിൻ്റെ ഒരു പ്രത്യേകതയുള്ളത് കൊണ്ട് അതിനെ ഒന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞു എന്ന് മാത്രമാണ്. ഇനി ഒരായത്ത് കൂടി ഞാൻ ഓതിക്കേൽപ്പിച്ചുകൊണ്ട് ഈ ഹിക്മത്തിൻ്റെ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സാധാരണ ഈ ഖുർആനിൻ്റെ വായന എന്നല്ലാതെ ഹദീസിൻ്റെ തിലാവത്ത്, ഹദീസോത്ത് എന്ന് പറയാറില്ല, ഹദീസോത്ത് എന്ന് പറയാറില്ല. ഖുർആൻ ഓതുക എന്നല്ലാതെ, തിലാവത്തുൽ ഖുർആൻ എന്നല്ലാതെ, അതിൻ്റെ അറബി വേർഡാണ് തിലാവത്തുൽ ഖുർആൻ എന്നല്ലാതെ തിലാവത്തുൽ ഹദീസ് എന്ന്, അതായത് ഇവർ പറയുന്ന ഹദീസ്, ആ തിലാവത്ത് എന്ന് പറയാറില്ല. മാത്രമല്ല ഈ രൂപത്തിൽ ഇരുന്ന് ഓതാൻ പാകത്തിൽ, തിലാവത്ത് ചെയ്യാൻ പാകത്തിൽ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ ഹദീസുകൾ എഴുതപ്പെട്ടിരുന്നില്ല എന്നുള്ളത് ഇവർ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. അതിന് സൂറത്ത് അഹ്സാബിൽ ഒരായത്ത് നോക്കൂ. വദ്കുർന, നബിയുടെ നിസാകളോടാ പറയണത്, നിങ്ങൾ ഓർക്കണം, മായുത്ലാ ഫീ ബുയൂത്തിക്കുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. അവിടെ അതാണ് മായുത്ലാ ഫീ ബുയൂത്തിക്കുന്ന, നിങ്ങളുടെ വീടുകളിൽ വെച്ച് വായിക്കപ്പെടുന്ന, തിലാവത്ത് ചെയ്യപ്പെടുന്ന മിൻ ആയാത്തില്ലാഹി, ദൈവിക വചനങ്ങളും, വൽ ഹിക്മത്തി, ഹിക്മത്തും. ഇവിടെ ഹിക്മത്ത് ഹദീസാണെങ്കിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ നിസാകൾ, ഈ ആയത്തും അതിനു പുറമെ ഹദീസുകൾ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളും ഇരുന്ന് പാരായണം, തിലാവത്ത് നടത്താറുണ്ട് എന്നാണോ ഇവർ അവകാശപ്പെടുന്നത് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ആയാത്തില്ലാഹി വൽ ഹിക്മത്തി എന്ന് പറഞ്ഞത് ദൈവിക വചനങ്ങൾ അടങ്ങുന്ന ഈ ഗ്രന്ഥത്തെക്കുറിച്ച് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. അല്ലാതെ മറ്റൊരു ഗ്രന്ഥം ആ കാലഘട്ടത്തിൽ എഴുതപ്പെടുകയോ അത് ആളുകൾ ഇരുന്ന് പാരായണം ചെയ്യുകയോ തിലാവത്തുൽ ഹദീസ് നടത്തുകയോ ചെയ്ത ചരിത്രങ്ങളില്ല, അങ്ങനെ പറയാറുമില്ല. ഒരു ഖുർആനിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഈ ഖുർആനിൻ്റെ തിലാവത്തിനല്ലാതെ മറ്റൊന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെ ഒരു വേദപാരായണം പോലെ ആ സമൂഹത്തോട് ആ ജനത, അവിടുത്തെ പിശാചുക്കൾ വായിച്ചു കേൾപ്പിച്ചിരുന്ന ഒന്നായതുകൊണ്ട് അങ്ങനെ തിലാവത്തൊന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ തിലാവത്തുൽ ഹിക്മത്ത് എന്ന് പറഞ്ഞതും ഖുർആനിൻ്റെ തിലാവത്ത് തന്നെയാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി നമുക്ക് പ്രവാചകനും നബിയും
ദൂതന് റസൂലും തമ്മിൽ ഇവർ ആരൊക്കെയാണ്? ഇതിനെക്കുറിച്ചാണ് പറയാറ്. എൻ്റെ സുഹൃത്തുക്കളെ, നമ്മൾ വളരെ നീണ്ട ഒരു ക്ലാസ്സായിപ്പോയി എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. എന്നാലും കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ക്ഷമിച്ചിരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിലെ മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ സംശയങ്ങൾ തീരുകയുള്ളൂ. ഇവിടെ റസൂലിനെ അനുസരിക്കണം, നബിയെ അനുസരിക്കണം എന്ന് സാധാരണ പറയാറുണ്ട്. റസൂലിനെ അല്ല, നബിയെ അനുസരിക്കണം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ പറയും, അപ്പം നബിനെ അനുസരിക്കേണ്ടതില്ലേ, നബിനെ അനുസരിക്കേണ്ടതില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നബിനെ അനുസരിക്കാൻ ഖുർആനിൽ ഇല്ലല്ലോ. അപ്പോൾ ചിലവർക്ക് ആശ്ചര്യമായി. ചില ആളുകൾ അവിടുന്ന് വിളിയായി ഇവിടുന്ന് വിളിയായി സംശയങ്ങൾ ചോദിക്കലായി. നബിനെ അനുസരിക്കാൻ ഖുർആനിൽ ഇല്ലെന്നാണോ? നിങ്ങൾ എന്താണ് ഈ പറയണത്? ഞാൻ പറഞ്ഞു, നബിയിലേക്ക് ചേർത്തുകൊണ്ട് അത്തിഉൻ നബിയ എന്ന് ഖുർആനിൽ എവിടെയില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. അത്തിഉൻ നബിയ എന്ന് ഖുർആനിൽ ഒരായത്തില്ല. അത്തിഉർ റസൂല എന്നൊരായത്ത്, ഒരായത്തല്ല കുറെ ആയത്തുകൾ. അത്തിഉർ റസൂല എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ദൂതനെ അനുസരിക്കുക, പ്രവാചകനെ അനുസരിക്കുക എന്ന് ഖുർആനിൽ എവിടെയില്ല. നബി എന്നുള്ളത് ഒരർത്ഥത്തിന് മാത്രമേ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ റസൂൽ, റിസാലത്ത്, റസൂൽ എന്ന് ഖുർആനിൽ പല സ്ഥലങ്ങളിലും പല അർത്ഥങ്ങൾക്ക് ഉപയോഗിച്ചതായിട്ട് പാരമ്പര്യവാദികളായ ആളുകളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പൊ റസൂലിനെ അനുസരിക്കുക എന്നല്ലാതെ നബിയെ അനുസരിക്കുക എന്ന് വിശുദ്ധ ഖുർആനിൽ അത്തിഉൻ നബിയ എന്ന് ഒരിക്കലും ഖുർആനിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. മാത്രമല്ല, ഇവിടെ ഒരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നബിയുടെ ജീവിത, കുടുംബജീവിതം, വ്യക്തിജീവിതം, സമൂഹത്തിലെ ആളുകളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, അദ്ദേഹത്തിൻ്റെ നിസാഹുകളോട് പറയുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്തെങ്കിലും പാകപ്പിഴവുകൾ വന്നാൽ തിരുത്തുന്നത്, അള്ളാഹു തിരുത്തുന്നത്, ഇതൊക്കെ നബിയെയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. റസൂലിനെ യാ നിസാ റസൂൽ എന്ന് പറഞ്ഞിട്ടില്ല, യാ നിസാ നബി എന്നല്ലാതെ. ഓ നബി, നീ നിന്റെ ഭാര്യമാരോട് പറയുക എന്നല്ലാതെ ഓ റസൂൽ, നീ നിന്റെ ഭാര്യമാരോട് പറയുക എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഖുർആനിൽ എവിടെയെങ്കിലും തിരുത്തി പറയുന്നതായിട്ട് എന്തെങ്കിലും പിഴവ് വന്നാൽ നീ എന്തുകൊണ്ട് അത് ചെയ്തു, യാ അയ്യുഹൻ നബിയു ലിമ തുഹരിമു എന്നല്ലാതെ യാ അയ്യുഹർ റസൂൽ ലിമ തുഹരിമു എന്ന് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളിലൊക്കെ നിർദ്ദേശം കൊടുക്കുന്നത് നബിക്കാണ്. എന്നാൽ അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ റസൂലിനുമാണ്. അപ്പൊ റിസാലത്ത് ആണ് റസൂലിനെ അനുസരിക്കുക എന്നല്ലാതെ നബിയെ അനുസരിക്കുക എന്നും ഖുർആനിൽ വന്നിട്ടില്ല എന്നാണ് ഞാനന്ന് സൂചിപ്പിച്ചത്. ഒരു പ്രവാചകൻ മുഹമ്മദ് നബി എന്നുള്ള നിലക്ക് മുഹമ്മദ് നബിക്ക് സ്വന്തമായിട്ട് ചില സംസാരങ്ങളുണ്ട്. ഇവർ പറയുന്ന നബി എല്ലാ സംസാരവും വഹിയാണെന്ന്. അത് വലിയ ഒരു മൗഢ്യമാണ് പറയുന്നത്. ഞാൻ മോശമായി പറയല്ല, പക്ഷെ അത് അങ്ങനെയാണ് സത്യത്തിൽ. മുഹമ്മദ് നബിക്ക് നുബുവത്തിന് ശേഷം അദ്ദേഹം സംസാരിച്ചത് മുഴുവൻ വഹിയാണ് എന്നുള്ളതാണ്. നമുക്ക് പറയാനുള്ളത് അതല്ല. ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക്, പ്രവാചകനായ മുഹമ്മദ് നബി ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല രംഗങ്ങളിലും പല കാര്യങ്ങളും സംസാരിക്കേണ്ടി വരും. അവിടെയൊക്കെ മൗലികമായി അദ്ദേഹം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, അവിടെ സൂക്ഷിക്കേണ്ട മൂല്യങ്ങൾ മാത്രമാണ് ഖുർആനിന് പറയാനുള്ളത്. അല്ലാതെ പെട്ടെന്ന് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികരിക്കേണ്ട സന്ദർഭങ്ങൾ വരെ ഉണ്ടാവും. ഇപ്പം സൂചിപ്പിക്കുക, എൻ്റെ സഹോദരങ്ങളെ സൂചിപ്പിക്കുക, ഇപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് വിദ്യാർത്ഥികൾക്ക് പല നിർദ്ദേശങ്ങളും കൊടുക്കേണ്ടി വരും. ആ കുട്ടികളെ പലതും പഠിപ്പിക്കേണ്ടി വരും.
അതൊന്നും ഒരു ദൂതന്റെ ഒരു ദൈവിക സന്ദേശം കിട്ടി സംസാരിക്കേണ്ടതല്ല. ഇപ്പോൾ തൻ്റെ ഭാര്യയോട്, ഇപ്പോൾ പ്രവാചകൻ തന്നെ തൻ്റെ ഭാര്യയോട് എന്തെങ്കിലും പ്രത്യേകമായിട്ട് കിടപ്പുമുറിയിലോ മറ്റ് സ്വകാര്യ സംഭാഷണങ്ങളിലോ വല്ല തമാശ പറയലോ വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്നതൊന്നും ഒരു വഹി കിട്ടിയിട്ട് സംസാരിക്കുന്നതല്ല. അതൊന്നും ഒരു ദൂതന്റെ സംസാരമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല. ഒരു റസൂലിന്റെ, ഒരു നബിയുടെ അല്ലെങ്കിൽ മുഹമ്മദിന്റെ സംസാരമൊക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഭാര്യയോട് പറയുന്നെങ്കിൽ ഒരു കപ്പ് ചായ എടുക്കുക, അല്ലെങ്കിൽ ആ വെള്ളപ്പാത്രം ഒന്ന് എനിക്കൊന്ന് എടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ എന്തു. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ തൻ്റെ ഭാര്യയോടും മക്കളെ ഉപദേശിക്കും, പഠിക്കാൻ പറയും. നീ എന്തിനാ അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് വന്നില്ല, അല്ലെങ്കിൽ നീ ചായ കുടിക്കുക, അല്ലെങ്കിൽ ആ മക്കളെ ഒന്ന് തലോടിക്കൊണ്ട് ചില തമാശകളൊക്കെ പറയും. ഇതൊന്നും ഇപ്പോൾ ഒരു പ്രവാചകന് ദിവ്യ സന്ദേശം കിട്ടിയിട്ട് സംസാരിക്കേണ്ടതല്ല. ഇതൊക്കെ ഒരു മുഹമ്മദ് എന്ന വ്യക്തിയുടെ ഒരു സംസാരമായിട്ടേ നമുക്ക് കാണാൻ കഴിയും. ഞാനിവരോട് ചോദിക്കാറുണ്ട്, ഇവരുടെ വാദപ്രകാരം തന്നെ മുഹമ്മദ് നബി നബുവത്തിന് ശേഷം സംസാരിച്ചത് മുഴുവൻ വഹിയാണ് എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ തേൻ വല്ല ചരിത്രപ്രകാരമാണ് കേട്ടോ, നമ്മൾ പറയുന്നതല്ല, ഇവരുടെ ചരിത്രപ്രകാരം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ തേൻ കുടിക്കൂല. പിന്നെ അള്ളെന്നെ ചോദിക്കുന്നുണ്ട് ലീമത്തു ഹരിമോന്ന്. അപ്പൊ തേൻ കുടിക്കൂല എന്ന് പറഞ്ഞതും വഹി, പിന്നെ അള്ളാഹു തിരുത്തിയതും വഹി, രണ്ടും വഹി. എങ്ങനെയപ്പോ പ്രവാചകനെ തന്റെ ഭാര്യമാർക്കിടയിൽ ഒന്ന് ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി അള്ളാഹു സ്വീകരിച്ച ഒരു വഴിയാണ് എന്ന് പറയേണ്ടി വരും. പരാഗണം നടത്തുന്ന കാര്യങ്ങൾ, ഒരു സ്ഥലത്ത് പരാഗണം നടത്തിയപ്പോ നബി പറഞ്ഞു പരാഗണം നടത്തേണ്ടതില്ല, അതല്ലാതെ തന്നെ ഉണ്ടായിക്കോളുന്നു. ആ വർഷം കൃഷി കുറഞ്ഞു. ആ സന്ദർഭത്തിൽ നബി പറഞ്ഞു നിങ്ങൾ ഇനി അത് പരാഗണം നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നബിയുടെ വാക്ക് മാത്രമല്ല, പ്രവർത്തിക്കും ആ സുരക്ഷിതത്വം വേണ്ടേ, വഹീന്റെ സുരക്ഷിതത്വം വേണ്ടേ. അപ്പോൾ അതാണ് ജീവിതത്തിൽ തിരുത്തുന്നതൊക്കെ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഹീനപ്പുറത്തുള്ള പലതും സംസാരിക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ വഹി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കിട്ടിയ ഈ ഖുർആനാണ്. ആ ഖുർആൻ ജനങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ആ മനുഷ്യൻ ദൂതനാകുന്നത്. ആ ദൂതിനെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്. ഇത് വളരെ ലളിതമായ കാര്യം. ഇപ്പോൾ നമ്മുടെ ഒരു ഡോക്ടർ രോഗികളോട് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ മുഴുവൻ ഒരു വഹീന്റെ അടിസ്ഥാനത്തിലല്ല. ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളോട് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ, ഒരു ഫാക്ടറിയിലെ മാനേജർ അവിടുത്തെ തൊഴിലാളികളോട് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ, അതൊക്കെ അതാത് സ്ഥലത്തിനും സന്ദർഭങ്ങൾക്കും അനുസരിച്ച നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടി വരും. പക്ഷേ അവിടെയൊക്കെ മൗലികമായ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം അതൊക്കെ ചെയ്യേണ്ടത് എന്ന് മാത്രം. ആ മൗലികമായ കാര്യങ്ങൾ, ആ മൂല്യങ്ങളാണ് ഖുർആനിന് പറയാനുള്ളത്, മുഹമ്മദ് നബിക്ക് പറയാനുള്ളത്. അതാണ് ആ ഖുർആനിന്റെ മൗലികമായ കാര്യങ്ങൾ. അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന മുഹമ്മദ് നബിയാണ് റസൂലാവുന്നത്. ആ റിസാലത്തിനെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്. ഇതാണ് ചുരുക്കി ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പൊ നമ്മൾ പ്രവാചകൻ തന്നെ, അല്ലെങ്കിൽ നമ്മളിൽ ആരെങ്കിലും പ്രവാചകനെ എടുക്കാം. പ്രവാചകന്റെ ഭാര്യയോടോ മക്കളോടോ കുടുംബാംഗങ്ങളോടോ മറ്റു സുഹൃത്തുക്കളോടോ വഴിയിൽ നിന്ന് കാണുന്ന തൻ്റെ കൂട്ടുകാരോടോ എന്തെങ്കിലുമൊക്കെ കുശലാന്വേഷണങ്ങൾ നടത്തുന്നത്, തമാശ പറയൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് ചോദിക്കൽ, അതിന് പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കൽ, ഇതൊക്കെ ഒരു മുഹമ്മദ് എന്ന വ്യക്തിയുടെയാണ്. അതേ സന്ദർഭങ്ങളിൽ തന്നെ അനാഥകളെക്കുറിച്ച് ഒരു പ്രശ്നത്തിൽ അവർ വിധി ചോദിച്ചു എന്ന് വെക്കുക. ആ വിധിയെക്കുറിച്ച് മുഹമ്മദ് നബി ദൈവത്തിന്റെ വചനം ഓതി കൊടുത്തുകൊണ്ട് അവർക്ക് മറുപടി കൊടുത്താൽ ആ സംസാരിക്കുന്നതാണ് ദൂതന്റെ വാക്കുകൾ. ആ റസൂലിനെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്. ഇത് വളരെ ചെറിയൊരു കാര്യമാണ്, വളരെ ചെറിയൊരു കാര്യമാണ്. നമ്മൾ തന്നെ ഇപ്പോൾ നമ്മുടെ കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ നമ്മുടെ ഭാര്യ ചോദിച്ചു ഇന്ന വിഷയത്തിൽ എന്തു പറയുന്നു. അപ്പൊ നമ്മളൊരു ഖുർആനിക വചനം ഓതിക്കൊടുത്തു. അറബി അറിയാത്തതുകൊണ്ട് അതിൻ്റെ മലയാളം പറഞ്ഞു കൊടുത്തു. ആ കാര്യത്തിന് അവൾ അനുസരിക്കുകയാണെങ്കിൽ അവൾ ദൈവത്തിന്റെ ദൂതനാണ് അവൾ അനുസരിക്കുന്നത്. അതായത് ദൈവത്തിന്റെ ദൂതനാണ് അനുസരിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ ദൂതനായിട്ടല്ല, ദൈവികമായ ഒരു ദൂതാണ് നമ്മൾ അവളോട് പറഞ്ഞു കൊടുത്തത്.
ഭാര്യ ആ ദൈവികമായ ദൂത് നമ്മൾ ആ വിഷയത്തിൽ അവൾക്ക് വായിച്ചു കേൾപ്പിക്കുമ്പോൾ, അതിനവൾ അനുസരിക്കുമ്പോൾ, അപ്പോഴാണ് അവൾ ദൈവത്തിൻ്റെ ദൂതന്, അതായത് ഈ ദൂതിന് അവൾ അനുസരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ അതിനെക്കുറിച്ച് വളരെ ചുരുക്കി എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇനി നോക്കൂ, ജീവിതത്തിൽ തിരുത്തുന്നതും സൂക്ഷിക്കാൻ പറയുന്നതും കുടുംബാംഗങ്ങൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളിലൊക്കെ നബിയെയാണ് അഭിസംബോധന ചെയ്യുന്നത്. യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക, ഓ പ്രവാചക, അള്ളാഹു നിനക്ക് അനുവദിച്ചതിനെ നീ എന്തുകൊണ്ട് നിഷിദ്ധമാക്കി? നോക്കൂ, അവിടെ നോക്കൂ, യാ അയ്യുഹൻ നബിയ്യു എന്നാണ് അഭിസംബോധന. മാ കാന ലി നബിയ്യിൻ അൻ യകൂന ലഹു അസ്റ, ഒരു നബിക്കും ബന്ദികളുണ്ടാകാൻ പാടില്ല. ഹത്താ യുസ്ഖിന ഫിൽ അർളി, ഭൂമിയിൽ അതിലംഘിക്കുമാർ തനിക്ക് കുറെ ബന്ദികൾ ഉണ്ടാക്കുവാൻ ഒരു പ്രവാചകനും പാടുണ്ടായിരുന്നില്ല. നോക്കൂ, വമാ കാന ലി നബിയ്യിൻ അൻ യഗുല്ല, ഒരു നബിക്കും ചൂഷണം ചെയ്യാൻ പാടില്ല. ആരെങ്കിലും ചൂഷണം ചെയ്താൽ എഴുന്നേൽപ്പിന്റെ ദിനത്തിൽ താൻ ചൂഷണം ചെയ്തത് കൊണ്ടുവരികയും ചെയ്യും. അവിടേക്ക് നബിയിലേക്കാണ്. മാ കാന ലിൻ നബിയ്യി വല്ലദീന ആമനു, നബിക്കോ കൂടെയുള്ള വിശ്വാസികൾക്കോ ബഹുദൈവ വിശ്വാസികൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ പാടില്ല. അവിടെ തിരുത്തുന്നത് നോക്കൂ, തിരുത്തു വെക്കുന്നത് മുഹമ്മദ് നബിക്കാണ്, റസൂലിനല്ല. ഇനി പക്ഷാതപിച്ചതിരിക്കുന്നു എന്ന് പറയുന്നില്ല. കത്താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാർ, അള്ളാഹു പക്ഷാതാപം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നബിയുടെയാണ്. നബിയുടെയും മുഹാജിറുകളെയും അൻസാറുകളുമായ വളരെ പ്രതിസന്ധിയുടെ സന്ദർഭത്തിൽ ആ സാഹത്തിൽ, ആ നിമിഷത്തിൽ പ്രവാചകനെ പിന്തുടർന്ന അൻസാറുകൾക്കും മുഹാജിറുകൾക്കും നബിക്കും അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു, മാപ്പാക്കിയിരിക്കുന്നു. അള്ളാഹു അവരിലേക്ക് അനുഗ്രഹവുമായി തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. ഇവിടെയും നബിയാണ്. ഇനി ദൈവത്തെ സൂക്ഷിക്കണമെന്ന് പറയുന്നത് നബിയോടാണ്. യാ അയ്യുഹൻ നബിയ്യു തഖില്ലാഹ് വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ, നീ നിഷേധികളെയും കപടന്മാരെയും ഒരിക്കലും നീ അനുസരിച്ചു പോകരുത്. ദൈവത്തെ നീ സൂക്ഷിക്കുകയും ദൈവത്തിൻ്റെ മുത്തക്കിയാകാൻ നീ ശ്രമിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന നബിയോടാണ്. ദൈവികമായ വഹിയെ പിൻപറ്റാൻ പറയുന്നത് നബിയോടാണ്. വത്തബിഉ മാ യൂഹാ ഇലൈക മിർ റബ്ബിക, നിന്റെ രക്ഷിതാവിൽ നിന്ന് നിനക്ക് വഹി നൽകപ്പെടുന്നതെന്തോ അതിനെ നീ പിന്തുടരുക എന്ന് പറയുന്നതും അതാണ്, നബിയോടാണ്. ഇനി നോക്കൂ, ഭാര്യമാരോട് പറയാൻ പറയുന്നത് നബിയോടാണ്. യാ അയ്യുഹർ റസൂൽ കുല്ലി അസ്വാജിക എന്ന് ഖുർആനിലില്ല. യാ അയ്യുഹൻ നബിയ്യു, ഓ പ്രവാചക, കുല്ലി അസ്വാജിക, നീ നിന്റെ ഭാര്യമാരോട് അസ്വാജുകളോട് നീ പറയുക. ഇതൊക്കെ കുറേയൊക്കെ പാരമ്പര്യവാദികളുടെ അർത്ഥമെടുത്തിട്ടാണ് പറയുന്നത്. ഇവിടെയൊക്കെ വ്യത്യസ്തങ്ങളായ ചില അഭിപ്രായങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അതിൻ്റെ സന്ദർഭങ്ങളിൽ ഓരോന്നും അതാതിൻ്റെ സന്ദർഭങ്ങളിൽ എടുത്ത് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നതാണ്. യാ അയ്യുഹൻ നബിയ്യു, ഓ പ്രവാചക, കുല്ലി അസ്വാജിക, നിന്റെ അസ്വാജുകളോട് നീ പറയുക. ഇൻ കുന്തുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയ വസീനതഹ, ഇൻ കുന്തുന്ന നിങ്ങൾ തുരിദിനൽ ഹയാത്തദ് ദുനിയ, ഭൗതിക ജീവിതത്തെയും വസീനതഹ അതിന്റെ അലങ്കാരത്തെയുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫതആലൈന, നിങ്ങൾ വരിക. ഉമത്തിഉകുന്ന വ ഉസരിഹുകുന്ന സറാഹൻ ജമീല, ഓ പ്രവാചക, നീ നിന്റെ അസ്വാജുകളോട് പറയുക, നിങ്ങൾ ഐഹിക ജീവിതത്തെയും അതിലെ അലങ്കാരത്തെയും ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വരുവിൻ, നിങ്ങൾക്ക് ഞാൻ ജീവിത വിഭവം നൽകി നിങ്ങളെ സ്വതന്ത്രരാക്കി തരാം. ഇനി നോക്കൂ, മറ്റൊരായത്ത് കൂടി. യാ നിസാ അന്നബിയ്യി മൻ യഅതി മിൻകുന്ന ബിഫാഹിശത്തിൻ മുബയ്യിനത്തിൻ. ഈ ആയത്തിലും നോക്കൂ, അഭിസംബോധന നിസാ അന്നബിയ്യി, ഓ നബിയുടെ നിസാകളെ എന്നാണ്. യാ അയ്യുഹൻ നബിയ്യു കുല്ലി അസ്വാജിക, നീ നബിയുടെ മക്കള്, പെൺകുട്ടികള്, നിസാകള്, നിസാഉൽ മുഅ്മിനീനുകള്, ഇതിനോടൊക്കെ പറയുമ്പോഴും ഇവരോടൊക്കെ പറയാൻ പറയുമ്പോഴും അഭിസംബോധന നബിയോടാണ്. യാ അയ്യുഹൻ നബിയ്യു,
ഓ നബി കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന, ഇവരോടൊക്കെ നീ പറയുക യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്ന് പറയുന്നതൊക്കെ യാ അയ്യുഹർ റസൂൽ എന്ന് വിളിച്ചിട്ടല്ല പറയുന്നത്. അപ്പോൾ എൻ്റെ സഹോദരങ്ങൾ, ഈ രംഗത്തൊക്കെ ഒന്ന് പ്രത്യേകമായി, ഇതൊന്നും യാദൃശികമായി അല്ലാഹ് അങ്ങോട്ട് പറഞ്ഞു പോയതല്ല. ഇവിടെയൊക്കെ റസൂലിനെ വിട്ടുകൊണ്ട്, ഇവിടെയൊക്കെ നബിയെ മാത്രം എടുത്തുകൊണ്ട് ജീവിതത്തിലെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രശ്നങ്ങളിലൊക്കെ റസൂലിനെ എടുത്തു പറയാതെ നബിയെ എടുത്തു പറഞ്ഞത് വെറുതെയല്ല. അനുസരിക്കാൻ പറഞ്ഞിടത്തൊന്നും നബിയെ അനുസരിക്കണമെന്ന് പറയാതെ റസൂലിനെ അനുസരിക്കണമെന്ന് പറഞ്ഞതും അള്ളാഹു യാദൃശികമായി അള്ളാഹുവിനെ അറിയാതെ പറ്റിയതല്ല, അറിയാതെ പറ്റിയതാണ് എന്ന് ധരിക്കാൻ യാതൊരു കാരണവുമില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇനി നോക്കൂ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂത്തൻ നബി, നബിയുടെ വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കരുത്. ബുയൂത്തർ റസൂൽ, റസൂലിന്റെ വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കരുത് എന്ന് മുഅ്മിനീങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇനി നോക്കൂ, ഈ മേഖലകളിലൊക്കെ തന്നെ വയസ്തഅ്ദനു ഫരീഖും മിൻഹും അന്നബിയ യഖൂലൂന ഇന്ന ബുയൂത്തനാ ഔറത്തുൻ, അവരിൽ നിന്ന് മറ്റൊരു കൂട്ടർ അവരുടെ വീടുകൾ അഭംഗുരമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനോട് അനുവാദം ചോദിക്കുകയായിരുന്നു. അവിടെയും പ്രവാചകനോടാണ് അവർ അനുവാദം ചോദിക്കുന്നത്. അപ്പോൾ ഈ സന്ദേശങ്ങളൊക്കെ ഈ കൊടുത്ത നിർദ്ദേശങ്ങൾ, അപ്പം ഞാൻ സൂചിപ്പിച്ചത് ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങളിൽ ഭാര്യമാരോട്, കുടുംബാംഗങ്ങളോട്, പിന്നെ വിശ്വാസികളോട്, മറ്റ് ജീവിതത്തിൻ്റെ മറ്റ് മേഖലകളിലുള്ള ആളുകളോട് കൽപ്പിക്കാനും പറയാനും പറയുന്നതൊക്കെയും തിരുത്തുന്നതൊക്കെയും എന്തിനത് ചെയ്തു എന്ന് ചോദിക്കുന്നതൊക്കെ തന്നെയും നബി എന്ന അഭിസംബോധന ചെയ്തിട്ടാണ്. അവിടെയൊന്നും റസൂൽ എന്ന അഭിസംബോധന ചെയ്തിട്ടല്ല. ഇങ്ങനെ ഈ അള്ളാഹു കൊടുക്കുന്ന ഈ ദൈവികമായ സന്ദേശങ്ങളെ മുഴുവൻ ആദ്യമായി പിന്തുടരുന്ന വ്യക്തി ആരായിരിക്കും? മുഹമ്മദ് നബി തന്നെയായിരിക്കും ഒന്നാമതായിട്ട്. എന്നിട്ട് ആ സന്ദേശം പിന്തുടർന്നുകൊണ്ട് ആ സന്ദേശത്തെ ജനങ്ങളോട് സംസാരിക്കുകയും, ആ സന്ദേശത്തെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ആ സന്ദേശം സംസാരിക്കുന്ന ആ ദൂതനെ നമ്മൾ അനുസരിക്കുകയും വേണം. അതാണ് അത്തിഉർ റസൂല എന്ന് പറയുന്നത്. ഈ റിസാലത്ത് ലോകത്തോട് പറയുന്ന ആ ദൂതനെ നാം അനുസരിക്കൽ നിർബന്ധമാണ്. അങ്ങനെ ഒരു ദൂതനെ നാം അനുസരിക്കുമ്പോൾ നാം അള്ളാഹുവിനെ തന്നെയാണ് അനുസരിക്കുന്നത് സത്യത്തിൽ. അതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ദൈവികമായ ഈ സന്ദേശങ്ങൾ മുഹമ്മദ് നബിക്ക് കിട്ടുമ്പോൾ മുഹമ്മദ് നബിയാണ് ഈ സന്ദേശങ്ങളെ തനിക്ക് പിന്തുടരാൻ കഴിയാത്തത് മുഹമ്മദ് നബി എന്നുള്ള വ്യക്തിക്ക് പിന്തുടരാൻ കഴിയാത്ത മറ്റ് സമൂഹത്തിലെ മറ്റുള്ള ആളുകൾക്ക് പിന്തുടരാൻ കഴിയുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ മുഹമ്മദ് നബി എന്ന് പറയുന്ന വ്യക്തിക്ക്, ഒരു സ്ത്രീക്ക് പിന്തുടരേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും, അത് നബിക്ക് പിന്തുടരാൻ കഴിയില്ല. അങ്ങനെ ഒരു പുരുഷൻ എന്നുള്ള നിലക്ക്, ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് ഈ സന്ദേശത്തെ ആദ്യമായി പിന്തുടരുന്ന ആള് മുഹമ്മദ് നബി തന്നെയായിരിക്കും. അങ്ങനെ പിന്തുടർന്നുകൊണ്ട് ആ സന്ദേശത്തെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ആ സന്ദേശത്തെയാണ് നമ്മൾ അനുസരിക്കുന്നതെങ്കിൽ അപ്പോൾ നാം അള്ളാഹുവിനെയാണ് സത്യത്തിൽ അനുസരിക്കുന്നത്. അതാണ് വമൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ് എന്ന് ഖുർആൻ സൂറത്ത് അന്നിസാ 80-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയാൻ കാരണം, ആരെങ്കിലും ദൂതനെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ തന്നെയാണ് അനുസരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവരുടെ അർത്ഥപ്രകാരമാണെങ്കിൽ വമൻ യുതിഇർ റസൂൽ, അർ റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ബുഖാരി മുസ്ലിം പോലെയുള്ള ഹദീസുകളെ അനുസരിച്ചാൽ ഫഖദ് അതാ അല്ലാഹ്, ഖുർആനിനെ അനുസരിച്ചു എന്ന് പറഞ്ഞ ഖുർആനിന് ഇപ്പം ഈ ലോകത്ത് വേണ്ട. ബുഖാരി മുസ്ലിം തുർമുദി പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ മാത്രം മതി. കാരണം അവയെ അനുസരിച്ചാൽ ദൂതനെ അനുസരിച്ചു കഴിഞ്ഞു, അള്ളാഹുവിനെ അനുസരിച്ചു കഴിഞ്ഞു. അതായത് അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനെ അനുസരിക്കുക എന്നാണ് ഇന്ന് പറഞ്ഞു വരുന്നത്. അവിടെ നമുക്ക് തർക്കമൊന്നുമില്ല. അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ആയത്ത് പ്രകാരം വമൻ യുതിഇർ റസൂൽ, അർ റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ബുഖാരി മുസ്ലിം പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ അനുസരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ബുഖാരി മുസ്ലിം പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ അനുസരിച്ചാൽ
അവൻ ഫഖദ് അതാ അല്ലാഹ്, അള്ളാഹുവിനെ അനുസരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ ഖുർആനെ അനുസരിച്ചു. അതുകൊണ്ട് ഇനി നമുക്ക് എന്തു മതി? നമുക്കിനി എന്തു മതി? ഹദീസ് ഗ്രന്ഥങ്ങൾ മതി. ഇവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഈ വ്യാഖ്യാനം കൊണ്ട് ഇവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. എന്താണ് അതെന്ന് ചോദിച്ചാൽ, ഈ സമൂഹത്തിൽ നിന്ന് ഖുർആനിനെ മാറ്റിവെക്കണം, ഖുർആനിനെ മാറ്റിവെക്കണം. ഈ ആയത്ത് ഇവർക്കറിയാം. ദൂതനെ അനുസരിച്ചാൽ അള്ളാഹുവിനെ അനുസരിച്ചു എന്നിവർക്ക് ഈ ആയത്തറിയാം. അങ്ങനെ വരുമ്പോൾ ദൂതനെ അനുസരിച്ചാൽ അള്ളാഹുവിനെ അനുസരിച്ചുവെങ്കിൽ ദൂതനെ അനുസരിക്കുക എന്നുള്ളതിന് ഇവർ തന്നെ വ്യാഖ്യാനം എഴുതി വെച്ചിട്ടുള്ളത് ഹദീസ് ഗ്രന്ഥങ്ങൾ അനുസരിക്കുക എന്നതാണ്. അപ്പോൾ ഹദീസ് ഗ്രന്ഥങ്ങളെ അനുസരിച്ചാൽ ഖുർആന് അള്ളാഹുവിനെ അനുസരിച്ചു, അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിനെ അനുസരിക്കലാണ്. അപ്പോൾ സമം നമുക്ക് കൂട്ടി വായിച്ചാൽ കിട്ടുന്ന ആകത്തുക സമം എന്താണ്? ഖുർആൻ ഇവിടെ ആവശ്യമില്ല, ഖുർആൻ ഇവിടെ ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മറ്റൊരു ഗൂഢമായ ഉദ്ദേശം എന്നുള്ളതാണ് എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാൻ. അപ്പോ ഈ ദൂതനെ അനുസരിക്കേണ്ടത് എങ്ങനെയാണ്? ദൂതനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ ദൂതനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവികമായ ദൂതിന് തന്നെയുള്ള അനുസരണമാണ്. ലോകത്ത് അനുസരണം ഒരാൾക്ക് മാത്രമാണ്. മതപരമായ കാര്യത്തിൽ അത് അള്ളാഹുവിന് മാത്രമാണ്. ആ അള്ളാഹുവിൻ്റെ സന്ദേശം ഒരു ദൂതൻ സംസാരിക്കുകയാണെങ്കിൽ ആ ദൂതൻ അനുസരിക്കണം. ആ അൽ-അംർ, ആ ദൈവികമായ ദൂത്, അതിന് ആ സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട്. ആ ദൈവികമായ ദൂത് സംസാരിക്കുന്ന ഉലുൽ അംറിന്റെ ആളുകൾ, ഈ അൽ-അംർ എന്ന് പറഞ്ഞ ദൈവികമായ ഈ കൽപ്പനയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർ അത് പറയുമ്പോൾ അവരെയും അനുസരിക്കണം. ആത്യന്തികമായി ഇവിടെയൊക്കെ അനുസരണം അള്ളാഹുവിനുള്ള അനുസരണമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അള്ളാഹുവിനെ അനുസരിക്കുക, അവന്റെ ദൂതനെ അനുസരിക്കുക, ഉലുൽ അംറിനെ അനുസരിക്കുക. അത് ആ സന്ദർഭത്തിൽ ഇത്താഅത്തുർ റസൂലും ഇത്തിബാഉർ റസൂലും ഒക്കെ പറയുമ്പോൾ ആ സന്ദർഭത്തിൽ കൂടുതൽ ആ സമയത്ത് വിശദീകരിക്കാം. അപ്പോ വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹി, ദൈവത്തിന്റെ അനുവാദത്തോടുകൂടി അനുസരിക്കപ്പെടാനല്ലാതെ ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല. അപ്പോൾ ആ അനുമതി എന്താണെന്നും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂരി ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. കിതാബുൻ അൻസൽനാഹു ഇലൈക, കിതാബാണ് നിന്നിലേക്ക് ഞാൻ അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. ലിതുഖ്രിജൻ നാസ, ജനങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി. മിനൽ ളുലുമാതി ഇലൻ നൂരി, എല്ലാ അക്രമങ്ങളിൽ നിന്നും അന്ധകാരങ്ങളിൽ നിന്നും ഇലന്നൂരി, ദൈവികമായ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ. ബിഇദ്നി, അതാണ് ഇത്. അപ്പോൾ അള്ളാഹു രക്ഷിതാവിൻ്റെ അനുമതി പത്രം ഏതുകൊണ്ടാണ്? കിതാബ് കൊണ്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കിതാബിലൂടെ അങ്ങനെ ഒരു അനുമതി പത്രത്തോടുകൂടി അനുസരിക്കപ്പെടുവാനല്ലാതെ ഒരു ദൂതനെയും ഞാൻ ഇന്ന് വരെ അയച്ചിട്ടില്ല, ദൂതിനെ അയച്ചിട്ടേ ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോ മാനുഷികമായ വിശേഷണങ്ങൾക്ക് അർഹനും അതോടൊപ്പം ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയുമായ മുഹമ്മദ് എന്ന പ്രവാചകനാണ് ആദ്യം ഖുർആൻ പിൻപറ്റുന്നതും അതനുസരിച്ച് ജീവിക്കുന്നതും. നമ്മോട് പിന്തുടരാൻ കൽപ്പിക്കപ്പെട്ട ദൈവിക സന്ദേശത്തെ പിൻപറ്റുന്ന, തന്നോട് പിന്തുടരാൻ കൽപ്പിക്കപ്പെട്ട ദൈവികമായ സന്ദേശമാവുന്ന ഖുർആനിനെ അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ആ ദൂതനെ അനുസരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതാണ് അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല എന്ന കൽപ്പന. ഇങ്ങനെ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല എന്ന കൽപ്പനയല്ലാതെ വിശുദ്ധ ഖുർആനിൽ എവിടെയും അത്തിഉൻ നബിയ എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഖുർആനിൽ എവിടെയും പ്രവാചകനെ അനുസരിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് ദൂതനെ അനുസരിക്കണം എന്ന് മാത്രമേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. അതിനർത്ഥം ദൂത് റിസാലത്തിനാണ് അവിടെ അനുസരിക്കേണ്ടത് എന്നാണ്, അല്ലാതെ മുഹമ്മദ് എന്ന വ്യക്തിക്കല്ല. ഇവിടെ ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാർക്കും കൊടുത്ത സന്ദേശം ഒന്നാണ്. ഈ സന്ദേശവാഹകർ മാത്രമാണ് ദൂതന്മാർ.
ഈ ദൂതന്മാർക്കിടയിൽ ഒരാൾക്കും ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും തുല്യരായി കാണേണ്ടതാണ്. മുഹമ്മദ് നബിക്ക് മാത്രമായിട്ടൊരു പ്രത്യേകതയില്ല. മുഹമ്മദ് നബിയെ മാത്രം അള്ളാഹുവിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അവിടെ നമ്മൾ രണ്ട് ഇലാഹുകളെ അംഗീകരിക്കുന്നതിന് തുല്യമായ ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും ദൈവിക സന്ദേശം ഈ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വന്ന ആളുകളാണ്. അവർക്കിടയിൽ നമ്മളൊരു വ്യത്യാസവും കൽപ്പിക്കേണ്ടതില്ല. ലോകത്ത് നൂഹ് മുതൽ വന്ന എല്ലാ പ്രവാചകന്മാരും തങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പ്രഖ്യാപിച്ചവരാണ്. അവരൊന്നും പ്രത്യേകമായ ഒരാൾക്ക് മാത്രം പ്രത്യേക കൊടുത്തതുകൊണ്ട് മുസ്ലിങ്ങളായതല്ല. അതിൻ്റെ പിന്തുടർച്ച തന്നെയാണ് മുഹമ്മദ് നബിയും. ആ മുഹമ്മദ് നബി കൊണ്ടുവന്ന സന്ദേശത്തെയാണ്, ആ റിസാലത്തിനാണ് നമ്മൾ അനുസരിക്കേണ്ടത്. ആ റിസാലത്താണ് ഖുർആൻ. ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ നബിയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനിനെയാണ് അനുസരിക്കേണ്ടത്. ആ കലാം, ആ ദൈവികമായ കലാം അദ്ദേഹം ജനങ്ങളോട് പറയുമ്പോൾ ആ ദൂതനെയും അനുസരിക്കണം എന്നുള്ളതിൽ രണ്ടഭിപ്രായമില്ല. അതുകൊണ്ടാണ് ദൈവദൂതനെ ഒരാൾ അനുസരിച്ചാൽ അവൻ ദൈവത്തെ അനുസരിച്ചു എന്ന് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ രൂപത്തിൽ റസൂലിൻ്റെ റിസാലത്തിന് അനുസരിക്കുമ്പോഴാണ് നമ്മൾ റസൂലിനെ അനുസരിക്കുന്ന ആളാവുന്നത്. അപ്പോൾ ചുരുക്കി ഞാൻ പറഞ്ഞത് വളരെ ചുരുക്കി, പരിമിതം വളരെ ചുരുക്കി, ഇത്രയും പറഞ്ഞതിൻ്റെ ചുരുക്കിക്കൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ പറയാം. അതെന്താണെന്ന് പറഞ്ഞാൽ അത്തിഉ നബിയ എന്നല്ല, അത്തിഉ റസൂല എന്നാണ് ഖുർആനിൽ. അത്തിഉ റസൂല എന്ന് പറയുമ്പോൾ റിസാലത്തിനാണ് അനുസരിക്കേണ്ടത്, മുഹമ്മദ് നബിക്കല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി ഞാൻ സൂചിപ്പിച്ചല്ലോ ആദ്യം തുടക്കത്തിൽ, നബി എന്നുള്ള പദം വിശുദ്ധ ഖുർആനിൽ പല ഒറ്റ അർത്ഥത്തിനേ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ റസൂൽ എന്നുള്ള അർത്ഥം വിശുദ്ധ ഖുർആനിൽ പല അർത്ഥങ്ങൾക്ക് ഉപയോഗിച്ചതായിട്ട് പാരമ്പര്യവാദികളുടെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്ന് പറയുന്നിടത്ത് അവിടുത്തെ റസൂലിന് ഇവർ ജിബ്രീൽ എന്ന അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത്. അം യഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും ബലാ വറസുലുനാ ലദൈഹിം യക്തുബൂൻ എന്ന് പറഞ്ഞിടത്ത് മാലാഖമാർ എന്നുള്ള അർത്ഥത്തിനാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബിൽ ലദീന ആമനു ഖദ് അൻസലല്ലാഹു ഇലൈക്കും ദിക്റൻ റസൂല എന്ന് പറഞ്ഞിടത്ത് ദൈവികമായ സന്ദേശത്തിന്, അതായത് ഖുർആനിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഖദ് അൻസലല്ലാഹു ഇലൈക്കും, അള്ളാഹു നിങ്ങളിലേക്ക് ഇറക്കിയിരിക്കുന്നു, ദിക്റൻ, ഒരു ദിക്റിനെ ഇറക്കിയിരിക്കുന്നു, റസൂലൻ. ഇവിടെ മുറിച്ചുകൊണ്ടൊരു വായിക്കലുണ്ട് ഇവിടെ വരുത്ത ആളുകൾക്ക്. അങ്ങനെ മുറിച്ചു വായിക്കണമെങ്കിൽ പ്രത്യേകമായ കാരണങ്ങളില്ല. ദിക്റ എന്ന അവിടെ ആയത്ത് മുറിച്ചിട്ടുണ്ട്, അവിടെ ഇപ്പൊ തർക്കിക്കുന്നില്ല. പക്ഷെ അങ്ങനെ പിന്നീട് ഒരു വചനം വേറെയാണ് തുടങ്ങുന്നതെങ്കിൽ റസൂലുൻ എന്ന് പറഞ്ഞിട്ടാണ് പുതിയൊരു ജുംല, പുതിയൊരു വാചകം തുടങ്ങേണ്ടത്. അല്ലെങ്കിൽ ഈ റസൂലൻ എന്ന് പറയാനുള്ള കാരണം അവിടെ സ്വയം സങ്കല്പിക്കേണ്ടി വരും, അല്ലാതെ പറയാൻ കഴിയില്ല. നമുക്ക് സൂചിപ്പിക്കാനുള്ളത് റസൂലൻ ദിക്റൻ റസൂലൻ യത്ലു അലൈക്കും ആയാത്തില്ലാഹി, ദൈവികമായ വചനങ്ങൾ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുന്ന ഒരു ദൂതനായ ദിക്റിനെയാണ് ഞാൻ നിങ്ങളിലേക്ക് അൻസല ഇറക്കി തന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി രണ്ടായാലും ഇവിടെ കുഴപ്പവും ഒന്നുമില്ല, ഇവിടെ വാദത്തിൻ്റെ ആവശ്യവും വരുന്നില്ല. രണ്ടായാലും ഇവിടെ ദിക്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണ്, ദിക്റൻ റസൂല എന്നുള്ളത് ഖുർആനിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ റസൂൽ എന്ന മൂന്നർത്ഥത്തിന് ഇപ്പോൾ ഉപയോഗിച്ചു. ഒന്ന് ജിബ്രീൽ എന്ന അർത്ഥത്തിന്, മറ്റൊന്ന് മലക്കുകൾ എന്നുള്ള അർത്ഥത്തിന്. ഇതൊക്കെ പാരമ്പര്യവാദികൾ പറയുന്ന അർത്ഥപ്രകാരമുള്ളതാണ്. അതിന് ചെറിയൊരു വ്യത്യാസം വരുന്നത് ഈ ദിക്റൻ റസൂല എന്ന് പറയുന്നിടത്ത് മാത്രമേ ഉള്ളൂ. അവിടെ പാരമ്പര്യമായി അർത്ഥം പറഞ്ഞു വരുന്നവർ ദിക്റ എന്ന് പറയുന്നിടത്ത് നിർത്തിയിട്ട് റസൂലൻ എന്ന് പറഞ്ഞ് വേറൊന്നും തുടങ്ങിയാണ് അത് മുഹമ്മദ് നബിയാണ് എന്ന് പറയാറുണ്ട്. ഇനി നമ്മളവിടെ തർക്കത്തിനൊന്നുമില്ല. അത് ഭാഷാപരമായി അറിയുന്ന ആളുകളോട് സംസാരിക്കേണ്ട കാര്യമാണ്. അത് സാധാരണക്കാരായ നിങ്ങളോട് പറഞ്ഞിട്ട് ഇവിടെ ആകെ ഒരു ഇൽത്തിബാസ്, ഒരു സംശയം നിങ്ങളിൽ ഉണ്ടാക്കി തീർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി
മറ്റൊരു വചനം, ഖുർആനിനെ ഉദ്ദേശിക്കുന്ന മറ്റൊരു വചനം കൂടി, വകൈഫ തക്ഫുറൂന വഅൻതും തുത്ലാ അലൈക്കും ആയാത്തുല്ലാഹി വഫീക്കും റസൂലുഹു. ഇതൊക്കെ പാരമ്പര്യമായി നമ്മൾ പറയുന്ന അർത്ഥപ്രകാരമാണെങ്കിലാണ്. അത് മറ്റർത്ഥങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ ഞാൻ സൂചിപ്പിക്കുന്നത് പല അർത്ഥങ്ങൾക്ക് റസൂൽ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിലേക്കൊരു സൂചന നൽകാൻ, പാരമ്പര്യമായി വിശദീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്താൽ തന്നെ പല അർത്ഥങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ചില ആയത്തുകൾ ഞാൻ നിങ്ങളിലേക്ക് മുന്നിൽ വെക്കുന്നു എന്ന് മാത്രം. വകൈഫ തക്ഫുറൂന, നിങ്ങൾ എങ്ങനെ നിഷേധിക്കും, വഅൻതും തുത്ലാ അലൈക്കും ആയാത്തുല്ലാഹി, നിങ്ങളുടെ മേൽ ദൈവികമായ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുകയും, വഫീക്കും റസൂലുഹു, നിങ്ങളിൽ അവന്റെ ദൂതനുണ്ടായിരിക്കുകയും ചെയ്യവേ നിങ്ങൾ എങ്ങനെ അള്ളാഹുവിനെ നിഷേധിക്കും? അപ്പോൾ ഈ കാരണങ്ങൾ ഉണ്ടായിരിക്കെ നിങ്ങൾ എങ്ങനെ അള്ളാഹുവിനെ, ഈ അവസ്ഥകളൊക്കെ ഉണ്ടായിരിക്കെ നിങ്ങൾ എങ്ങനെ ദൈവത്തെ നിഷേധിക്കും, തള്ളിപ്പറയും എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കാരണങ്ങൾ ഇല്ലെങ്കിൽ ദൈവത്തെ തള്ളിപ്പറയുന്നതിന് കുഴപ്പമില്ല എന്നാ വരിക. അപ്പോൾ ഈ കാരണങ്ങൾ ഏത് കാലഘട്ടത്തിലും ഉണ്ടാകണം. നമുക്ക് ദൈവികമായ വചനങ്ങൾ വായിച്ച് കേൾപ്പിക്കപ്പെടണം. നമ്മളിൽ അവൻ്റെ ദൂതനുണ്ടാകണം. അതൊന്നുകിൽ മനുഷ്യനായ ദൂതനായിരിക്കണം. അതില്ലാത്ത കാലഘട്ടമായതുകൊണ്ട് ആ ദൂതന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ദൈവികമായ ദൂതൻ ഖുർആനാണ് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ദൈവികമായ വചനങ്ങൾ വായിച്ച് കേൾപ്പിക്കപ്പെടുകയും അവന്റെ ദൂതനാകുന്ന ഖുർആൻ നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും ചെയ്യവേ പിന്നെ നിങ്ങൾ എങ്ങനെ ദൈവത്തെ നിഷേധിക്കും എന്നാണ്. അതല്ല, നിങ്ങളിൽ ദൂതനുണ്ടായിരിക്കെ നിങ്ങൾ എങ്ങനെ ദൈവത്തെ നിഷേധിക്കുമെന്ന് പറഞ്ഞാൽ ദൂതനില്ലാതിരിക്കെ വേണമെങ്കിൽ നിഷേധിക്കാമെന്ന് അതിൻ്റെ വിപരീതമായൊരർത്ഥം മനസ്സിലാക്കിയാൽ പ്രശ്നമാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ആയത്ത് എന്നും നിലനിൽക്കുന്ന ആയത്താകണമെങ്കിൽ ഇന്നും നമ്മുടെ ഇടയിൽ റസൂല് വേണം. പക്ഷേ മുഹമ്മദ് നബി ഇന്നും നമ്മുടെ ഇടയിലില്ല. അപ്പോൾ പിന്നെ നമുക്കിടയിലുള്ള ദൂതൻ ദൈവികമായ സന്ദേശമാണ്. ആ സന്ദേശമാണ് ഖുർആൻ. അതാണ് സൂചിപ്പിക്കാനുള്ളത്. വമൻ യഅ്തസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. ഇനി പറയുന്നു, നോക്കൂ, വമൻ യഖ്റുജു മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലിഹി. ആരെങ്കിലും അല്ലാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കും വെടിഞ്ഞുകൊണ്ട് തങ്ങളുടെ ബൈത്തിൽ നിന്ന് പുറപ്പെട്ടാൽ, സുമ്മ യുദ്രിക്കുഹുൽ മൗതു, പിന്നീട് അവനെ മരണം പിടികൂടുകയും ചെയ്താൽ, ഈ ഒരു ആനുകൂല്യം പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് മാത്രം ബാധകമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ ആയത്ത് എല്ലാ കാലഘട്ടത്തിലും പ്രായോഗികമാകണമെങ്കിൽ ഇന്നും നമുക്ക് ദൈവത്തിലേക്കും ദൈവത്തിൻ്റെ ദൂതനിലേക്കും നമുക്ക് ഹിജ്റ പോകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇന്ന് ദൈവിക ദൂതനില്ല. അപ്പോൾ ആ ദൂതന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ദൈവികമായ മെസ്സേജാവുന്ന, സന്ദേശമാവുന്ന വിശുദ്ധ ഖുർആനാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ലിതുഅ്മിനൂ ബില്ലാഹി, മറ്റൊരായത്ത്, ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി വതുഅസ്സിറൂഹു വതുവഖിറൂഹു വതുസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്നതിനു വേണ്ടി, വതുഅസ്സിറൂഹു വതുവഖിറൂഹു വതുസബ്ബിഹൂഹു, ഈ പറഞ്ഞിടത്തൊക്കെ തുഅസ്സിറൂഹുമാനല്ല. റസൂല് വേറൊരു വ്യക്തിത്വവും വേറൊരു അസ്തിത്വവുമാണെങ്കിൽ അള്ളാഹു വേറൊരു വ്യക്തിത്വവും ഒരസ്തിത്വവും ആണ് എങ്കിൽ ഇത് രണ്ടിലേക്കും കൂടി തുഅസ്സിറൂഹുമാ വതുവഖിറൂഹുമാ എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെയൊക്കെ തുഅസ്സിറൂഹു ഏകവചനത്തെ സൂചിപ്പിക്കുന്ന ഒന്നിലേക്ക്, അതാണ് അള്ളാഹുവും അവൻ്റെ കലാമും ഒന്നായി കണ്ടുകൊണ്ടാണ്. അതാണ് ഇവിടുത്തെ റസൂല് കൊണ്ട് അള്ളാഹുവിൻ്റെ ദൂതാണ്, ദൈവത്തിൻ്റെ ദൂതാണ്, ദൈവത്തിൻ്റെ ദൂതിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ റിസാലത്ത് സംസാരിക്കുന്ന ദൂതൻ ജീവിച്ചിരിക്കുമ്പോൾ ആ ദൂതനും അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ആ ദൂത് ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ആ ദൂത് അവശേഷിക്കുന്ന ആ ദൈവത്തിൻ്റെ ദൂതനിലേക്ക്, ദൂതാവുന്ന ആ ഖുർആനിലേക്ക്, അവന്റെ സന്ദേശമാവുന്ന ഖുർആനിലേക്ക് ചൂണ്ടിക്കൊണ്ട് അള്ളാഹുവിനെയും അവന്റെ കലാമാവുന്ന ഖുർആനിനെയും ഒന്നായി കണ്ടുകൊണ്ടാണ് തുഅസ്സിറൂഹു എന്ന് പറയാൻ കാരണം. തുഅസ്സിറൂഹുമാ എന്ന് പറയാതെ അവർ രണ്ടുപേരെയും എന്ന് പറയാതെ, തുവക്കിറൂഹുമാ എന്ന് രണ്ടുപേരെയും എന്ന് പറയാതെ, തുവക്കിറൂഹു അവൻ ഒന്നിനെ എന്ന് പറഞ്ഞത്
പിന്നെ മാത്രമല്ല തസ്ബീഹ് എന്നുള്ളത് അള്ളാഹുവിന് മാത്രം ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഈ പറഞ്ഞ റസൂൽ എന്നതുകൊണ്ടും മുഹമ്മദ് നബി അല്ല, അതൊക്കെ അള്ളാഹുവിൻ്റെ റിസാലത്താവുന്ന റസൂലിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് സൂചിപ്പിക്കാനുള്ള കാരണം. ഇനി മറ്റൊരു യഹ്ലിഫൂന ബില്ലാഹിലക്കും ലിയുർലൂക്കും വല്ലാഹു വറസൂലുഹു അഹഖു അൻ യർദൂഹു. അവിടെയും അൻ യർദൂഹുമാ എന്ന് പറഞ്ഞില്ല. അള്ളാഹുവും അവൻ്റെ ദൂതനുമാണ് തൃപ്തിപ്പെടുത്താൻ ഏറ്റവും അവകാശപ്പെട്ടത് എന്ന് പറഞ്ഞിടത്തും, അല്ലെങ്കിൽ പിന്നെ ഈ ആയത്തുകളൊന്നും ഇന്ന് പ്രായോഗികമാക്കാൻ പറ്റൂല എന്ന് പറയേണ്ടി വരും. അതല്ല, ഇന്നും നിലനിൽക്കുന്ന, ഇന്നും സജീവമായി നമുക്കിടയിൽ ആശയത്തോടുകൂടി, അതിൻ്റെ പൂർണ്ണമായ ആശയത്തോടുകൂടി നിലനിൽക്കുന്ന വചനങ്ങളാണ് ഇവയൊക്കെയെന്ന് ആരെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ദൈവികമായ സന്ദേശം പ്രബോധനം ചെയ്ത പ്രവാചകന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ദൈവികമായ സന്ദേശമാവുന്ന ഖുർആനിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ചുരുക്കത്തിൽ ഈ ആകത്തുക ഞാൻ പറഞ്ഞത് നബി എന്നുള്ളത് ഒരൊറ്റ അർത്ഥത്തിനായി ഖുർആനിൽ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. പക്ഷേ റസൂൽ എന്നുള്ളത് വിവിധങ്ങളായ അർത്ഥങ്ങൾക്ക് സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു സൂചന നൽകാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസങ്ങളായിട്ട് ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ റസൂൽ തനിക്ക് കിട്ടിയ വഹി ജനങ്ങളോട് പറയലും മറച്ചുവെക്കാതെ മനുഷ്യരിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്യുക. പരമകാരുണികൻ പറയുന്നു, യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക ഫഇല്ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലത്തുഹു. ഓ ദൂത, നീ നിന്റെ സന്ദേശത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുക. നീ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിന്റെ റിസാലത്ത് നീ എത്തിച്ചിട്ടില്ല. മാ അലർ റസൂലി ഇല്ലൽ ബലാഗ്, എൻ്റെ ദൂതന് ഈ സന്ദേശം എത്തിക്കലല്ലാതെ വേറെ ഒരു ജോലിയുമില്ല, വേറൊരു ഉത്തരവാദിത്വവുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ ഇവിടെ റസൂൽ എന്നതുകൊണ്ട് വ്യക്തമായി മുഹമ്മദ് നബി എന്ന അർത്ഥവും വന്നു. അപ്പോൾ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്നുള്ളടത്ത് ജിബ്രീൽ എന്നാണ് പാരമ്പര്യമായി എഴുതി വെച്ചിട്ടുള്ളത്. ലദൈഹിം യക്തുബൂൻ എന്ന് പറഞ്ഞോടത്ത് മാലാകമാരാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ 3-4 ആയത്തുകൾ ഞാൻ ഉദ്ധരിച്ചു. അവിടേക്ക് ആ ആയത്തുകളൊക്കെ ഇന്ന് പ്രായോഗികമായി ഇന്നും നമുക്കിടയിൽ ജീവിക്കുന്ന സജീവമായി നിലനിൽക്കുന്ന വചനങ്ങളാണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവികമായ ദൂതാവുന്ന ഖുർആനിനെയാണ്. അവസാനം പറഞ്ഞ യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക എന്ന് പറഞ്ഞിടത്തും മാ അലർ റസൂലി ഇല്ലൽ ബലാ എന്ന് പറയുന്ന ഇതുപോലെയുള്ള ആയത്തുകളിലൊക്കെ ഉദ്ദേശിക്കുന്നത് പ്രവാചകനായ മുഹമ്മദ് നബിയാണ്. ആ ദൈവത്തിൻ്റെ ദൂതനെയാണ്, ദൈവിക ദൂതനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി പ്രവാചകന്റെ സംസാരവും ദൂതന്റെ സംസാരവും തമ്മിലുള്ള ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു. പ്രവാചകന്റെ സംസാരം എന്ന് പറയുന്നത് ഈ സന്ദേശം സംസാരിക്കുമ്പോഴാണ്. പ്രവാചകന്റെ സംസാരം എന്ന് പറയുന്നത് ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ മേഖലകളിൽ അദ്ദേഹം ബന്ധപ്പെടുന്ന ആളുകളോടുള്ള സംസാരങ്ങളാണ് പ്രവാചകന്റെ സംസാരം. അതിൽ അത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഈ നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം സംസാരിക്കുന്നതിൻ്റെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചു. അദ്ദേഹം ഭാര്യമാരോട് സംസാരിക്കുമ്പോൾ, മക്കളോട് സംസാരിക്കുമ്പോൾ, കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ, ഒരു തമാശ പറയുമ്പോൾ, ചായ കുടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ചോ എന്ന് പറയുമ്പോൾ, വായിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, നീ അങ്ങാടിയിലേക്ക് പോയി വാ എന്നൊക്കെ പറയുമ്പോൾ, ഒരു മനുഷ്യനല്ലേ ജീവിതത്തിൽ വിവിധ മേഖലകളിൽ സംസാരിക്കുന്നു. അതൊക്കെ ഒരു പ്രവാചകന്റെ അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ സംസാരമാണ്. എന്നാൽ അദ്ദേഹം ഒരു ദൂത്, അവരെ ഈ മക്കള്, ഈ ഭാര്യ, പിതാവ്, കൂട്ടുകാർ, സഹോദരങ്ങൾ, മറ്റാരെങ്കിലും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഇന്ന പ്രശ്നത്തിൽ എന്താണ് വിധി, പ്രശ്നം എന്താണ്, അതിൻ്റെ ഉത്തരം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ദൈവികമായ വചനം വിശദീകരിച്ചുകൊണ്ട് അവർക്കത് പറഞ്ഞു കൊടുക്കും. അതാണ് ദൂതൻ്റെ സംസാരം എന്ന് പറയുന്നത്. ഇത്രയാണ് ആ കാര്യത്തിൽ ചുരുക്കി പറയാനുള്ളത്. ബാക്കി ഞാൻ കൂടുതലായിട്ട് അത് വിശദീകരിച്ച് കഴിഞ്ഞതാണ്. മുഹമ്മദ് നബിയുടെ സംസാരം അതാണെങ്കിൽ അപ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നിൽക്കുക, അത് മാറ്റി പറയാം. പക്ഷെ ദൂതൻ്റെ സംസാരം അത് ഖുർആനാണ്.
ആ സംസാരത്തെ അദ്ദേഹത്തിന് സ്വന്തമായി സംസാരിക്കാൻ കഴിയില്ല. ആ സംസാരിച്ചതിന് ഭേദഗതി കൊണ്ടുവരാൻ കഴിയില്ല. ഇപ്പൊ മുഹമ്മദ് എന്ന വ്യക്തി ചിലപ്പോൾ സംസാരിച്ചത് ചിലപ്പോൾ ഇപ്പോൾ ഭക്ഷണം എടുക്കുക, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറയാം. ഒരു ഗ്ലാസ് ചായ എടുക്കുക, അല്ലെങ്കിൽ പിന്നെ കുറച്ച്, അല്ലെങ്കിൽ ഇപ്പം വേണ്ട എന്ന് പറയാം, തിരുത്തി പറയാം, അതിൽ മാറ്റി പറയാം. അല്ലെങ്കിൽ മക്കളോട് എന്തെങ്കിലും പറയാം, നിങ്ങളൊന്ന് അങ്ങാടി പോയിട്ട് വരൂ, എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചു വരൂ, വാങ്ങി വരൂ എന്ന് പറയാം. അല്ലെങ്കിൽ എന്നിട്ട് അതിന് ശേഷം പറയാം എപ്പോൾ പോകണ്ടെന്ന് പറയാം. ഇതൊക്കെ ഒരു നബി എന്നുള്ള നിലക്കുള്ള അദ്ദേഹത്തിന്റെ സംസാരം, മുഹമ്മദ് എന്നുള്ള ആ വ്യക്തി എന്നുള്ള നിലക്ക്. പക്ഷേ ദൂതൻ എന്നുള്ള നിലക്ക് അദ്ദേഹം സംസാരിക്കുന്നത് ഖുർആനാണ്. ആ ഖുർആനിന് ഭേദഗതി കൊണ്ടുവരാൻ, അത് അദ്ദേഹത്തിന്റെ സ്വന്തമായ സംസാരമല്ല. അതിന് ഭേദഗതി അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിയില്ല. അതിന് പകരം മറ്റൊന്ന് മാറ്റി അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല, പറയാൻ അവകാശമില്ല. അങ്ങനെ പറയിപ്പിക്കാൻ നിഷേധികൾ പല രംഗത്തും ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ ദൈവികമായ സന്ദേശമൊന്നും മാറ്റിക്കിട്ടിയിരുന്നെങ്കിൽ, അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇതൊന്ന് മുഹമ്മദ് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു റസൂൽ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് അത് മാറ്റി പറയാം. അള്ളാഹു എന്ത് സന്ദേശമാണോ പറയാൻ പറയുന്നത് അത് പറയുക, അത് കൂട്ടാതെ കുറക്കാതെ, അതിന് ഭേദഗതി വരുത്താതെ, അതിന് മാറ്റി പറയാതെ അത് പറയുക എന്നുള്ളതാണ് ഒരു ദൂതൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ ബാധ്യത. അത് ഈ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വൈദാ തുത്ലാ അലൈഹിം ആയാതുനാ ബയ്യിനാത്തിൻ, നമ്മുടെ വ്യക്തമായ വചനങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ, ഖാലല്ലദീന ലാ യർജൂന ലിഖാഅന ബിഖുർആനിൻ ഗൈരി ഹാദാ, നമ്മെ അഭിമുഖീകരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ, മോഹിക്കാത്ത ആളുകൾ പറയും, നീ ഈ ഖുർആൻ അല്ലാത്ത മറ്റൊന്ന് കൊണ്ടുവാ, ഔ ബദ്ദിൽഹു, അല്ലെങ്കിൽ ഇതിനൊരു ഭേദഗതി കൊണ്ടുവാ. നോക്കൂ നിങ്ങൾ സഹോദരൻ, ഇവിടെയൊക്കെ ചിന്തിക്കാൻ ഒരുപാടുണ്ട്. ഖുർആനിന് ഭേദഗതിയല്ലാതെ ഹദീസിന് എവിടെ ഭേദഗതി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്? ആ സമൂഹത്തിൽ ഇവർ ഈ പറയുന്ന മുഹമ്മദേ, നീ ഈ പറയുന്ന ഖുർആനും നീ ഞങ്ങളോട് സംസാരിക്കുന്ന ഹദീസും ഇതിന് രണ്ടുമൊന്നുമല്ലാത്ത വേറൊന്ന് കൊണ്ടുപോകാൻ എവിടെ? ഖുർആനിന് ഭേദഗതി, ഖുർആനിനെ പിന്തുടരുക, ഖുർആൻ കൊണ്ട് പ്രബോധനം ചെയ്യുക, ഖുർആൻ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക എന്നല്ലാതെ ഖുർആനിൽ എവിടെ? ഹദീസിനെ പിന്തുടരുക, ഹദീസിന് ഭേദഗതി കൊണ്ടുവരിക, ഹദീസ് കൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കുക, ഹദീസ് കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക, ഹദീസിനെ പിൻപറ്റുക എന്നൊക്കെ പറയുന്നത് വിശുദ്ധ ഖുർആനിൽ എവിടെ? അതാണ് ഈ ഖുർആനും വേറൊരു ഒന്ന് കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഇതിന് ബദൽ കൊണ്ടുപോവാ. അപ്പൊ എന്താ നബി പറയണത്? ഖുൽ, നീ പ്രഖ്യാപിക്കുക മുഹമ്മദേ, മാ യകൂനു ലീ അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി, എനിക്ക് സ്വന്തമായി ഇതിനെ ഭേദഗതി ചെയ്യാൻ, പകരം കൊണ്ടുവരാൻ കഴിയില്ല. ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, എനിക്ക് സന്ദേശം നൽകപ്പെടുന്ന വഹീനെ പിന്തുടരുകയല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അലീം, ഞാൻ ഈ പറയുന്ന അള്ളാഹു എനിക്ക് നൽകിയ ഈ ഖുർആനല്ലാത്ത മറ്റൊന്ന് നിങ്ങൾക്ക് പറയുകയോ അതിന് ഭേദഗതി കൊണ്ടുവരികയോ അതിന് ബദല് മറ്റൊന്ന് ഞാൻ നിങ്ങളോട് പറയുകയോ ചെയ്താൽ, മഹത്തായ ഒരു ദിനത്തിലെ ദൈവികമായ ശിക്ഷയെ ഞാൻ ഭയന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. കുല്ലൗ ഷാ അല്ലാഹു മാ തലൗതുഹു അലൈക്കും, ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മാ തലൗതുഹു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ഈ ദൈവിക വചനം വായിച്ചു കേൾപ്പിക്കുമായിരുന്നില്ല. വലാ അദ്റാക്കും ബിഹി, നിങ്ങളെ ഞാൻ ഇതുകൊണ്ട് അറിയിക്കും ചെയ്യുമായിരുന്നില്ല. കാരണം ഫഖദ് ലബിസ്തു ഫീക്കും ഉംറൻ മിൻ ഖബ്ലിഹി, നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഞാൻ നിങ്ങളിൽ ഒരുപാട് കാലഘട്ടം കഴിച്ചുകൂട്ടിയിട്ടില്ലേ. അഫലാ തഅഖിലൂൻ, അന്നൊന്നും ഞാൻ നിങ്ങളോട് ഇങ്ങനെയൊരു വർത്തമാനം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോ ഈ മുഹമ്മദ് നബി പറയാൻ തുടങ്ങിയിരിക്കുന്ന ഈ വർത്തമാനം, അതാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഇത് മുഹമ്മദ് നബി എന്ന് പറയുന്ന വ്യക്തിയുടെ സംസാരമല്ല. ആ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ, പ്രവാചകന്റെ സംസാരം 40 വയസ്സ് വരെ എന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്. ആ വയസ്സ് വരെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അവർക്ക് എതിർപ്പില്ല, പിന്നെ സംശയമില്ല. അവർ അദ്ദേഹത്തെ അല്ലമീനായിട്ടാണ് കണ്ടിരുന്നത് എന്നൊക്കെ ചരിത്രങ്ങളിൽ പറയുന്നുണ്ട്. പിന്നീട് അതിനുശേഷം ഇപ്പൊ ഈ സംസാരിക്കാൻ തുടങ്ങിയ വിശുദ്ധ ഖുർആനിന്റെ ഈ സംസാരത്തെയാണ് അവർ ഭേദഗതി ആവശ്യപ്പെട്ടത്, പകരം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത്, മാറ്റി വേറൊന്ന് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത്.
അതിന് മാറ്റി വേറൊന്ന് കൊണ്ടുവരാൻ എനിക്ക് കഴിയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞത് ഈ ഖുർആനിനെ കുറിച്ചാണ്. അവിടെയൊന്നും ഹദീസോ അതുപോലെയുള്ള മറ്റൊരു പിന്നെ മതസ്രോതസ്സിനെ കുറിച്ചോ അല്ല പറയുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. എന്നാൽ ഇങ്ങനെ വിശുദ്ധ ഖുർആനിനെ മാറ്റി മറ്റൊന്ന് പറയിപ്പിക്കാൻ അവർ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. മുഹമ്മദ് നബിയെ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. നബി ഇതല്ലാതെ വേറൊന്ന് പറഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ട്. വൈറഹുമാന്നില്ല, ഞാൻ നിനക്ക് നൽകിയ ഈ വഹി, അതായത് ഖുർആൻ, ഈ ഖുർആനിന് പുറമെ മറ്റൊന്ന് എൻ്റെ മേൽ ചമച്ചുണ്ടാക്കാൻ വേണ്ടി അവർ നിന്റെ മേൽ ഫിത്ന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈദല്ലത്തഖദൂക ഖലീല, എങ്കിൽ അവർ നിന്നെ അവർ ഖലീലാക്കും, ഉറ്റ ചങ്ങാതിയാക്കും. വലൗലാ അൻ സബ്ബത്നാക, നിന്റെ മനസ്സും നിന്നെയും ഞാൻ ഈ വിശുദ്ധ ഖുർആനിൽ ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ, ഞാൻ നിനക്ക് നൽകിയ ദൈവികമായ സന്ദേശത്തിൽ നിന്നെ ഞാൻ ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ, ലഖദ് കിത്ത തർക്കനു ഇലൈഹിം ശൈഅൻ ഖലീല, നീ ഒരൽപ്പം അവരിലേക്കൊന്ന് ചായുമായിരുന്നു, ഒരൽപ്പം നീ അവരിലേക്കൊന്ന് ചായുമായിരുന്നു. അതാണ് ഇന്നും നമ്മളോട് ആവശ്യപ്പെടുന്ന ഈ സമൂഹത്തിലെ ആളുകൾ, പണ്ഡിതന്മാർ, പുരോഹിതന്മാർ, സാദാത്തുക്കളൊക്കെ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? ഖുർആനിന് പുറമെ കുറച്ച് ഹദീസും കൂടിയും പറഞ്ഞിട്ട് എന്നാൽ നമ്മളെ സംഘടനയിൽ പലരും ചേർക്കും, പല സംഘടനയിലും നമ്മളെ മെമ്പർമാരാക്കും, വേണമെങ്കിൽ സ്ഥാനമാനങ്ങളും കിട്ടും. ഇതന്നെയാണ് പ്രവാചകനോട് അവരെ ആവശ്യപ്പെട്ടതും അതുതന്നെയാണ്. ഖുർആൻ ഒരല്പം ഭേദഗതി, അതിൻ്റെ പുറമെ കുറച്ച് തഫ്തരിയ, കുറച്ച് കള്ളം ചമച്ച് അള്ളാഹുവിൻ്റെ പേരിൽ പറയണം. ഇതാണ് മുഹമ്മദ് നബിയിൽ നിന്ന് അവർ ആഗ്രഹിച്ചത്. പക്ഷേ മുഹമ്മദ് നബി അള്ളാഹു ഉറപ്പിച്ചു നിർത്തി. മറ്റൊരായത്ത് കൂടി നോക്കൂ, ഇവരുടെ ആഗ്രഹം പറയുന്നത് ഫലാ തുതിഉൽ മുകദ്ദിബീൻ, ദൈവത്തിന്റെ വചനങ്ങളെ കളവാക്കുന്നവരെ. ഖദ്ദബ എന്ന് പറഞ്ഞതാണ് ദൈവിക വചനങ്ങളെ കളവാക്കുക. അല്ലാതെ നാട്ടുകാർ പറയണീനെ മുഴുവൻ കളവാക്കണീനൊന്നും മുഖദ്ദീബ് എന്ന് പറയില്ല. അപ്പൊ ദൈവികമായ വചനങ്ങളെ കളവാക്കുന്ന ആളുകൾക്ക് നീ ഇത്താഅത്ത് ചെയ്യേണ്ടതില്ല, അനുസരിക്കേണ്ടതില്ല. വദ്ദൂ ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, അവര് നിന്നെ എണ്ണയിടാനാണ്. ദുഹിന് സോപ്പിടാന്നൊക്കെ നമ്മൾ മലയാളത്തിൽ, അവർ എണ്ണയിടാനാണ് ആഗ്രഹിക്കുന്നത്, നീ അവരിലേക്ക് ചായാൻ. അപ്പോ ഇങ്ങനെ പല ആഗ്രഹങ്ങളാണ് മുശ്രിക്കുകളും നിഷേധികളും ദൈവിക വചനങ്ങളെ തള്ളിപ്പറഞ്ഞവരുമായ ആളുകൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ നബി അതിന് കൂട്ടാക്കിയില്ല, അതിന് അവർക്ക് അനുകൂലമായി നിന്നുകൊടുത്തില്ല. മുഹമ്മദ് നബി ദൈവികമായ സന്ദേശമാവുന്ന ഖുർആനിനെ മാത്രം അവരിലേക്ക് പ്രബോധനം ചെയ്യുകയാണ് ചെയ്തത്. മുഹമ്മദ് നബി അതിൽ ഉറപ്പിച്ചു നിർത്തി. അല്ലാഹു ഉറപ്പിച്ചു നിർത്തി, അവരെ ഉറപ്പിച്ചു നിർത്തുകയാണ് ചെയ്തത്. മുഹമ്മദ് നബിന് അവർ ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അവർക്ക്. നബി ഇതിനു പുറമെ വേറെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ഒരായത്ത് നോക്കുക. സർവലോക പരിപാലകനിൽ നിന്നുള്ള അവതരണമാകുന്നു ഇത്. വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ, ഇങ്ങനെ സർവലോക പരിപാലകനായ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിച്ച ഈ ഖുർആനിന് പുറമെ ഈ വാക്യങ്ങളിൽ ചിലത് അദ്ദേഹം നമ്മുടെ പേരിൽ കള്ളം ചമച്ചാൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ വലം കൈ നാം പിടിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജീവനാടി നാം മുറിക്കുകയും ചെയ്തേനെ. ആണ് ഭീഷണിപ്പെടുത്താണ്. ഈ അള്ളാഹുവിൽ നിന്ന് തൻസീലും മിർ റബ്ബിൽ ആലമീനായ സർവലോക പരിപാലകനായ രക്ഷിതാവായ നാഥനായ ദൈവത്തിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഈ വിശുദ്ധ ഖുർആനിന് പുറമെ മറ്റൊന്ന് തഖവ്വല, സ്വയം ചമച്ചുണ്ടാക്കി കൗലാക്കി എൻ്റെ മേൽ പറഞ്ഞാൽ മുഹമ്മദ് നബിയെ ഭീഷണിപ്പെടുത്തുകയാണ്.
പക്ഷേ അങ്ങനെ മുഹമ്മദ് നബിയെ എന്നെങ്കിലും അള്ളാഹു പിടിച്ച് ജീവനാടി അറുത്തതായിട്ടോ മറ്റോ ചരിത്രത്തിൽ പോലും ഖുർആനിലുമില്ല, ചരിത്രത്തിലുമില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി ഒരിക്കലും ഈ തൻസീലും മിർ റബ്ബിൽ ആലമീനായ ഈ വിശുദ്ധ ഖുർആനല്ലാതെ മറ്റൊന്ന് ജനങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ആ മുഹമ്മദ് നബിക്ക് ഏതെങ്കിലും നിലക്കുള്ള ഒരു ശിക്ഷ അനുഭവിച്ചതായിട്ട് ചരിത്രത്തിലോ ഇവരുടെ തന്നെ ചരിത്രത്തിലോ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലോ എവിടെയും കാണുന്നില്ല. അപ്പൊ മുഹമ്മദ് നബിനെ അള്ളാഹ് അങ്ങനെ തയ്യാറായിട്ടില്ല. ഭീഷണിപ്പെടുത്തുകയാണ് അള്ളാഹു ചെയ്യുന്നത്. അങ്ങനെ എങ്ങാനും നീ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാഖദ്നാ മിൻഹു ബിൽ യമീൻ, നാം നമ്മുടെ യമീന് കൊണ്ട് അദ്ദേഹത്തെ പിടിക്കും. സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, അദ്ദേഹത്തിന്റെ വതീൻ ഞാൻ മുറിച്ചു കളയും. അപ്പൊ അതാണ്. അപ്പൊ മുഹമ്മദ് നബിയുടെ സംസാരം എന്ന് പറയുന്നത്, ദൂതന്റെ സംസാരം എന്ന് പറയുന്നത് ഖുർആനാണ്. നബിയുടെ അല്ല, ദൂതന്റെ സംസാരം എന്ന് പറയുന്നത് ഖുർആനാണ്. 322 സ്ഥലങ്ങളിൽ ഖുർആനിൽ ഖുൽ 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 എന്ന് പറഞ്ഞിട്ട് നബിയോട് പറയൂ പറയൂ നീ പറയൂ എന്ന് നബിയോട് റസൂലിനോട് പറയിപ്പിക്കുന്നുണ്ട്. ആ പറയിപ്പിക്കുന്ന ആ റസൂൽ അത് പറയുന്നുമുണ്ട്. അതാണ് റസൂലിന്റെ വാക്ക്. അല്ലാതെ ഇവര് 100-300 കൊല്ലത്തോളം 250 വർഷം കഴിഞ്ഞിട്ട് വന്ന ചില ആളുകൾ എഴുതി വെച്ചതല്ല ഖൗലു റസൂൽ. റസൂലിന്റെ ഖൗല് എന്ന് നമുക്ക് പറയാനുള്ളത് അതാണ് ഈ ഖുർആൻ. 322ഓളം സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ അത് ജീവിതത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകളോട് പറയുന്നുണ്ട്. ഇന്ന ആളുകളോട് പറയാം, വേദക്കാരോട് പറയാം, ജനങ്ങളോട് പറയാം, ഇങ്ങനെ മുഅ്മിനീങ്ങളോട് പറയാം. ഇങ്ങനെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലുണ്ടോ അവരോടൊക്കെ ഇന്നത് പറയൂ, കുൽ പറയൂ, കുൽ പറയൂ, നീ ഇന്നത് പറയൂ എന്ന് പറയിപ്പിച്ചുകൊണ്ട് 322 ആയത്തുകളിൽ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറയിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതാണ് ഖൗലു റസൂൽ, അതാണ് റസൂലിന്റെ വാക്ക്, അള്ളാഹുടെ വാക്കും അതാണ് മുത്തഫഖുൻ അലൈഹി ആയ വാക്ക് എന്നാണ് നമുക്ക് പറയാനുള്ളത്. രണ്ടു കൂട്ടരും ഒരുമിച്ച് പറഞ്ഞ വാക്ക്, അല്ലാതെ ബുഖാരി മുസ്ലിം ഒരുമിച്ച് പറഞ്ഞ കള്ള നുണയല്ല, വ്യാജമായ നുണയല്ല, വ്യാജ വാർത്തകളല്ല. എന്നിട്ട് അതിന് ഒരു മുത്തഫഖുൻ അലൈഹിയാണ് ഒരുമിച്ച് കൂടി കള്ളം പറഞ്ഞത്. ദൈവത്തിന്റെയും ദൈവികമായ ദൂതന്റെയും വാക്കുകൾ ഇതാണ്, ഈ ഖുർആനാണ്. നോക്കൂ, കുറച്ച് 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഖുൽ സീറൂ ഫിൽ അർളി ഫുമ്മ അൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. അത് പറയാം, മനുഷ്യരോട് പറയാം, നിങ്ങൾ നാട്ടിലൂടെ സഞ്ചരിക്കുക, മുകദ്ദിബീങ്ങളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക. വേദക്കാരോട് പറയുന്നത് നോക്കൂ, ഖുൽ യാ അഹ്ലൽ കിതാബിയെ, വേദക്കാരെ, തആലൂ ഇലാ കലിമത്തിൻ, നബിയോട്, അതാണ് നബിയുടെ വാക്ക്. അതുപോലെ തന്നെ കപടവിശ്വാസികളോട് ഖുൽ ലാ തഖ്സിമൂ തഅത്തും മഅറൂഫ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അതുപോലെ തന്നെ നീ വിശ്വാസികളോട് ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, വിശ്വാസികളോട്, ജനങ്ങളോട് മുഴുവൻ ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. ഇങ്ങനെ 2-3 ഉദാഹരണങ്ങൾ മാത്രമേ ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ. വിശുദ്ധ ഖുർആനിൽ ജീവിതത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകളോടൊക്കെ നീ പറയൂ, നീ പറയൂ, നീ പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയിപ്പിക്കുന്നുണ്ട്. അതാണ് നബിയുടെ, അതാണ് റസൂലിന്റെ വാക്ക്, അതാണ് ഖൗലു റസൂൽ, അതാണ് അള്ളാഹുടെ വാക്ക്, അതാണ് രണ്ടു കൂട്ടരും ഒരുമിച്ച് പറഞ്ഞ വാക്ക്, അതാണ് മുഹമ്മദ് നബിയുടെ വാക്ക്. അല്ലാതെ ഇവരീ പറയുന്ന കള്ള നുണകളും പ്രവാചകനെ നിന്ദിക്കുന്നതും ഇസ്ലാമിനെ നിന്ദിക്കുന്നതും അള്ളാഹുവിനെ നിന്ദിക്കുന്നതും മാനവരാശിക്ക് യാതൊരു ഉപകാരമില്ലാത്തതുമായ വളരെ വൃത്തികെട്ട പ്രവാചകന്റെ പേരിൽ പ്രവാചകനിലേക്ക് ചേർത്ത് പറഞ്ഞ വചനങ്ങളല്ല ഖൗലു റസൂൽ. അതൊന്നും നമ്മുടെ നബിയുടെ വാക്കുകളല്ല, നമ്മുടെ റസൂലിന്റെ വാക്കുകളല്ല. നമ്മുടെ റസൂലിന്റെ വാക്കുകൾ ഈ ഖുർആനാണ്. ആ ഖുർആനിനെയാണ് നമ്മൾ അനുസരിച്ച് ജീവിക്കേണ്ടത്. ഇനി എന്തുകൊണ്ടാണ് ഖുർആൻ നബി പ്രവാചകൻ ആ ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകേണ്ടത്? ഈ ഖുർആൻ കൊണ്ട് നീ മുന്നറിയിപ്പ് കൊടുക്കുക. വഅൻദിർ ബിഹിമാന്നില്ല. നിങ്ങൾ നോക്കൂ, 6-ാം അധ്യായം
51-ാം വചനത്തിൽ പറയുന്നു വഅൻദിർ ബിഹി, ബിഹിമാന്നില്ല, ഭാഷ അറിയുന്ന പണ്ഡിതന്മാർ ചിന്തിക്കും. വഅൻദിർ ബിഹി, ഈ ഖുർആൻ കൊണ്ട് നീ മുന്നറിയിപ്പ് നൽകുക. അപ്പൊ ഖുർആൻ ക്ലാസ്സോ മറ്റതൊക്കെ എന്തെങ്കിലും മുന്നറിയിപ്പ് കൊടുക്കാല്ലേ ക്ലാസ് വിളിച്ചിട്ട് നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയ സർവ്വവിധ തോന്നിയാസങ്ങളും പറഞ്ഞ് ജനങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അതാ അപ്പോഴത്തെ ഇൻസാർ. നബിയോട് പറഞ്ഞത് വഅൻദിർ ബിഹി, ഈ ഖുർആൻ കൊണ്ട് നീ മുന്നറിയിപ്പ് കൊടുക്കുക. ആരെ? അല്ലദീന യഖാഫുന യുഹ്ശറു ഇലാ റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുത്തേക്ക് തങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന് ഭയപ്പെടുന്ന ആളുകൾക്ക്. ലൈസ ലഹും മിൻ ദൂനിഹി വലിയുൻ വലാ ഷഫീഉൻ, അവർക്കന്ന് ഒരു വലിയോ ഷഫീയോ ശുപാർശകനോ രക്ഷാധികാരിയോ അവർക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരു ദിനത്തിൽ അവരുടെ രക്ഷിതാവിങ്കിലേക്ക് അവരെ ഹശർ ചെയ്യപ്പെടുമെന്ന് ഭയപ്പെടുന്ന ആളുകളോട് ഈ ഖുർആൻ കൊണ്ട് നീ ഇൻദാർ, താക്കീത്, വാണിങ്, മുന്നറിയിപ്പ് കൊടുക്കുക എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഖുർആൻ കൊണ്ട് തന്നെയാണ്. ഇനി ഉത്ബോധനം നടത്തേണ്ടതും ഖുർആൻ കൊണ്ട് തന്നെയാണ്. നാം 50-ാം അധ്യായത്തിൽ 45-ാം വചനത്തിൽ പറയുന്നു ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്, എന്റെ ഭീഷണിയെ ഭയപ്പെടുന്നവരോട് ഈ ഖുർആൻ കൊണ്ട് നീ ഉത്ബോധനം നടത്തുക. അപ്പോൾ ഉത്ബോധന ക്ലാസ്, ഖുർആൻ ക്ലാസ് നടത്തേണ്ടത് പണ്ടാരോ പറഞ്ഞതുപോലെ വണ്ടി സ്റ്റാർട്ടാക്കാൻ, മോട്ടോർ സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പെട്രോൾ ഒഴിക്കും, എന്നിട്ട് പിന്നെ ഓടുന്നതൊക്കെ മണ്ണെണ്ണയിലാണെന്ന് ആരോ പറഞ്ഞു, തമാശ എന്ന പോലെയാണ്. ഖുർആൻ ക്ലാസ് തുടങ്ങാനൊരായത്തോതിയേക്കും, എന്നിട്ട് പിന്നെ നാട്ടുകാർ എഴുതിണ്ടാക്കിയ മുഴുവൻ വ്യാജ ഹദീസുകളും വ്യാജ വർത്തമാനങ്ങളും എടുത്ത് ജനങ്ങളെ വേഴാമ്പലിനെ പോലെ ആകാശത്തേക്ക് നോക്കിയിരിക്കാനും ഭൂമിക്കടിയിൽ അള്ളാഹു പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ടും ഈ സമൂഹത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇതാണ് ഖുർആൻ ക്ലാസ് എന്ന് പറയുന്നത്. ഓതി വെക്കും ഒരായത്ത്, പിന്നെ ഖുർആനുമായിട്ട് യാതൊരു ബന്ധമുണ്ടാവില്ല. പിന്നെ രാജ്യത്ത്, നാട്ടുകാർ മനുഷ്യനിർമ്മിത കഥകളും കെട്ടുകഥകളും വ്യാജ കഥകളും പ്രവാചകനിലേക്ക് ചേർത്ത് പറഞ്ഞ കഥകളും ഒക്കെ പറഞ്ഞ് ആളുകളെ ഭയപ്പെടുത്തി, ആളുകളെ ഭീഷണിപ്പെടുത്തി ഇരുത്തുക. ഇങ്ങനത്തതാണ്. ഖുർആൻ കൊണ്ടാണ് ഫദക്കിർ ബിൽ ഖുർആനി, ഖുർആൻ കൊണ്ട് നീ ഉത്ബോധനം നടത്തുക എന്നതാണ്. ഖുർആൻ കൊണ്ടാണ് ഉത്ബോധനം നടത്തേണ്ടത്. മുന്നറിയിപ്പ് നൽകേണ്ടതും ഖുർആനെ കുറിച്ചാണ്, ഖുർആൻ കൊണ്ടാണ്. ഖബറിലുള്ള ശിക്ഷയെക്കുറിച്ച് ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കണമെങ്കിൽ ഖുർആനിൽ പറയണം. അന്ത്യദിനത്തെക്കുറിച്ച് ഇന്നതൊക്കെ ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഖുർആനിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് വഅൻദിർ ബിഹി എന്ന് പറഞ്ഞ ഈ ഖുർആൻ കൊണ്ട്. അല്ലാതെ നാട്ടിൽ അത് വരും, പൂച്ച വരും, തേങ്ങ വരും, പിന്നെ കാട്ടുവക്കാൻ വരും, അവരുടെ കണ്ണിങ്ങനെയാണ് ദണ്ടുകൊണ്ട് വരും, ഇങ്ങനെ പറഞ്ഞ് നാട്ടിൽ എഴുതിണ്ടാക്കിയ വാർത്തകളൊക്കെ എടുത്ത് പറഞ്ഞ ആളുകളെ പേടിപ്പിക്കുകയല്ല. ഒരാളെ മറവ് ചെയ്തപ്പോൾ ഭൂമി അയാളെ പുറത്തേക്ക് തുപ്പിയായിരുന്നു എന്ന് പറഞ്ഞ് ഈ കഥ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല ഖുർആനെ നിന്ദിച്ചതിൻ്റെ പേരിൽ. ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കണത് ഏതാ? ഹദീസ്. ഇങ്ങനെ കളവുകൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഖുർആനിൽ പറയണം. അപ്പോ ഉത്ബോധനം നടത്തേണ്ടതും ഇനി സന്തോഷ വാർത്ത അറിയിക്കേണ്ടതും ഖുർആൻ കൊണ്ട് തന്നെയാണ്. ഫഇന്നമാ യസ്സർനാഹു ബിലിസാനിക, ഈ ഖുർആനിനെ നിന്റെ ഭാഷയിൽ ഞാൻ ലളിതമാക്കിയിരിക്കുന്നു. ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീൻ, മുത്തഖികളായ ആളുകൾക്ക് അതുകൊണ്ടാണ് നീ സന്തോഷ വാർത്ത അറിയിക്കേണ്ടത്. ഏതുകൊണ്ട്? ഈ ഖുർആൻ കൊണ്ട്. ഹദീസ് കൊണ്ടാണോ? ലിതുബശ്ശിറ ബിഹിമാ അൽ മുത്തഖീന എന്ന് പറഞ്ഞോ? ഫഇന്നമാ യസ്സർനാഹുമാ, ഈ ഖുർആനും ഹദീസും ഞാൻ എളുപ്പമാക്കിയിരിക്കുന്നു ബിലിസാനിക എന്ന് പറഞ്ഞില്ല. എന്താ സഹോദരങ്ങളെ ചിന്തിക്കാത്തത്? ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീൻ, മുത്തഖികളായ ആളുകൾക്ക് ബിഹി, ഈ ഖുർആൻ കൊണ്ടാണ് നീ സന്തോഷ വാർത്ത അറിയിക്കേണ്ടത്. വതുൻദിറ ബിഹി, നീ ഈ ഖുർആൻ കൊണ്ടാണ് മുന്നറിയിപ്പ് കൊടുക്കേണ്ടത്. ആർക്ക്? ഖൗമൻ ലുദ്ദ, എതിർകക്ഷികളായ ജനതക്ക്. ഖൗമൻ ലുദ്ദ, എതിർകക്ഷികളായ ജനങ്ങൾക്ക്. അപ്പൊ നോക്കൂ, അവിടെയൊക്കെ ബിഹി ഖുർആൻ കൊണ്ട്. 1997 ഈ വചനം, 19-ാം അധ്യായം 97-ാം വചനം. ഫഇന്നമാ യസ്സർനാഹു ബിലിസാനിക. ഇനി നോക്കൂ, ഫലാ തുതിൽ കാഫിരീന വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ജിഹാദ് നടത്തേണ്ടതും ഖുർആൻ കൊണ്ടാണ്.
ജിഹാദ് നടത്തേണ്ടതും ഖുർആൻ കൊണ്ടാണ്. വജാഹിദുഹും ബിഹി, ഈ ഖുർആൻ കൊണ്ട് നീ ജിഹാദ് നടത്തുക. ജിഹാദൻ കബീറ, സൂറത്തുൽ ഫുർഖാൻ 52-ാം വചനം, 25-52, 2-5-5-2. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ഈ ഖുർആൻ കൊണ്ടാണ് ജിഹാദ് നടത്തേണ്ടതും. അപ്പൊ ജിഹാദ് നടത്താൻ പറഞ്ഞതും ഖുർആൻ കൊണ്ടാണ്, വാളുകൊണ്ടല്ല, ആളെ തലവെട്ടിയിട്ടല്ല, ആൾക്കാർ കൂടുന്നിടത്തും എല്ലാം കൊണ്ടുപോയി ബോംബ് വെച്ച് പിന്നെ അവിടുന്ന് മുങ്ങിയിട്ടല്ല. എന്നിട്ട് അതിൻ്റെ പേരിൽ നാട്ടുകാരെ മുഴുവൻ പീഡിപ്പിക്കാൻ വിട്ടുകൊടുക്കല്ല. ഭീരുക്കളാണ്, അങ്ങനെ ചെയ്യാം. ഈ ബോംബൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വാള വെട്ടിയിട്ട് എന്നിട്ട് പിന്നെ അവൻ്റെ കുടുംബങ്ങളെ അതിൻ്റെ പേരിൽ നാട്ടുകാരെ മുഴുവൻ വേട്ടയാടുക. അങ്ങനെ ചെയ്താൽ പോയി നേരെ പോലീസ് സ്റ്റേഷനിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതല്ലേ ഇത് ഭീരുത്വം കാണിക്കും, ഓടി രക്ഷപ്പെടുക. അത് പോട്ടെ, അതൊന്നുമല്ല. അപ്പോൾ നമുക്ക് പറയാനുള്ളത് പിന്നെ ധർമ്മ സമരം നടത്തേണ്ടത് വിശുദ്ധ ഖുർആൻ ഈ ആശയങ്ങൾ പഠിപ്പിക്കുക, അല്ലാതെ ആളെ തലവെട്ടിയിട്ടല്ല. അപ്പൊ നോക്കൂ, ഇങ്ങനെ ഖുർആൻ കൊണ്ടാണ് ഈ പറഞ്ഞതൊക്കെ. ഇന്താർ നടത്താൻ പറഞ്ഞത്, ഉത്ബോധനം നടത്താൻ പറഞ്ഞത്, തബ്ശീർ നടത്താൻ, മുന്നറിയിപ്പ് കൊടുക്കാൻ പറഞ്ഞത്, ജിഹാദ് നടത്താൻ പറഞ്ഞത്, എല്ലാം വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെയാണ്. അപ്പൊ അതാണ് അതാണ് ദൂതന്റെ സംസാരം, അതാണ് ദൂതൻ സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. ഇവിടെയൊന്നും ദൂതന്റെ സംസാരത്തെ അള്ളാഹു തിരുത്തിയതായിട്ട് കാണാൻ കഴിയില്ല. എന്നാൽ റസൂൽ എന്നുള്ള നബി എന്നുള്ള നിലക്ക് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ തിരുത്തിയതായിട്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അതൊന്നും ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല. റസൂലിന് ഈ റിസാലത്ത് എത്തിക്കലല്ലാതെ മറ്റൊരു ബാധ്യതയുമില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. മാ അലർ റസൂലി ഇല്ലൽ ബലാഗ് വല്ലാഹു യഅലമു മാ തുബ്ദൂന വമാ തക്തുമൂൻ. മാ അലർ റസൂൽ, മാ അല ഇല്ല എന്നുള്ളത് ഈ ഭാഷ പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഭാഷാ ഉദാഹരണം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരിക എന്നല്ലാതെ ഇത് ഖുർആനിൽ ഇത് എന്തിനാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് പറഞ്ഞു തരാറില്ല. ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് പറയുന്നത് പോലെ അതേ രൂപത്തിലുള്ള പ്രയോഗമാണ് മാ അലർ റസൂലി ഇല്ലൽ ബലാഗ്. ഈ സന്ദേശം എത്തിക്കലല്ലാതെ എൻ്റെ ദൂതന് ബാധ്യതയില്ല. ഇനി അവർ പിന്തിരിയുകയാണെങ്കിൽ നമ്മുടെ ദൂതന്റെ ബാധ്യത വ്യക്തമായ എത്തിക്കൽ മാത്രമാണെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യുവീൻ. ഫൈൻ തവല്ലൈതും ഫഅലമു അന്നമാ അലാ റസൂലിനൽ ബലാഗുൽ മുബീൻ. അതാണ് അന്നമ ഓൺലി, നിശ്ചയമായും ഇത് മാത്രമാണ് അലാ റസൂലിന, എൻ്റെ ദൂതന്റെ ബാധ്യത. എന്ത്? അൽ ബലാഗുൽ മുബീൻ, ഇത് എത്തിക്കലല്ലാതെ മറ്റു ഒന്നുമില്ല. ഇങ്ങനെ അപ്പോൾ ഇവർ ചോദിക്കുന്ന, പ്രവാചകൻ ഇതിൻ്റെ പ്രയോക്താവാകേണ്ടതില്ലേ? ആകണ്ടെന്നില്ല അഭിപ്രായമൊന്നുമില്ല. പക്ഷേ ഖുർആൻ റസൂല് പ്രയോക്താവുക, ഈ ഖുർആനിൻ്റെ പ്രയോക്താവല്ലേ ആവുക എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഖുർആനിൻ്റെ പ്രയോക്താവാണ് റസൂൽ ദൂതനാവുക, ഹദീസുകളുടെ പ്രയോക്താവല്ല. പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തരിക പ്രവാചകൻ ഖുർആനാണ്, ഹദീസല്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. ഹദീസ് കൊണ്ടല്ല പ്രവാചകൻ വിധിക്കുക, ഖുർആൻ കൊണ്ടാണ് വിധിക്കുക എന്ന് പറഞ്ഞതുപോലെ തൻ്റെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തരിക ഖുർആനാണ്, ഹദീസല്ല. ഹദീസല്ല പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തരിക എന്നാണ് നമുക്ക് പറയാനുള്ളത്. അത് തന്നെ അദ്ദേഹത്തിന് പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തരാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇപ്പൊ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നേ പറയാൻ പറ്റുള്ളൂ. അത് അദ്ദേഹത്തിന് മാതാപിതാക്കൾ തന്നെയില്ല എന്നാ ചരിത്രത്തിൽ ഇവർ പറയുന്നത്. മാതാപിതാക്കൾ തന്നെയല്ല. അപ്പോൾ മാതാപിതാക്കൾ തന്നെ ഇല്ലാത്ത മുഹമ്മദ് നബി എങ്ങനെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൂ എന്നുള്ള ഖുർആനികമായ കൽപ്പന പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തരും? ഇനി മുഹമ്മദ് നബി കാണിച്ചു തന്നു എന്ന് തന്നെ വെക്കുക, അതേപോലെ തന്നെ നമ്മൾ ചെയ്യണം.
കാരണം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് ചിലപ്പോൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും, അതിന് മരുന്ന് വാങ്ങിക്കൊടുക്കലായിരിക്കും, അന്നത്തെ ചികിത്സ ചെയ്യലായിരിക്കും. ഒരാളുടെ മാതാപിതാക്കൾക്ക് അസുഖമൊന്നുമില്ല, വേറെ വല്ലതുമായിരിക്കും പ്രശ്നങ്ങൾ. അപ്പോ ഓരോ ആളുകളുടെയും മാതാപിതാക്കൾക്ക് കാലാകാലങ്ങളിൽ അതാത് ആവശ്യങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും. അന്ന് പ്രവാചകൻ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൗലികമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതായത് അവരെ ഉപദ്രവമുണ്ടാക്കേണ്ട, അവർക്ക് പ്രയാസമുണ്ടാക്കേണ്ട, അവർക്ക് ദുരിതമുണ്ടാക്കേണ്ട, അവർക്ക് വെറുപ്പുണ്ടാക്കേണ്ട ഒന്നും നാം ചെയ്യാൻ പാടില്ല എന്നുള്ള മൗലികമായ കാര്യം. അവരെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം അവർക്ക് നന്മ ചെയ്യേണ്ടത് എന്ന മൗലികമായ ഈ കാര്യമാണ് നാം ആ രംഗത്ത് സൂക്ഷിക്കേണ്ടതുള്ളൂ. അത് ചില കാലഘട്ടത്ത് മാതാപിതാക്കൾക്ക് വസ്ത്രങ്ങൾ വേണമെങ്കിൽ, ചില കാലഘട്ടത്തിൽ വസ്ത്രമുണ്ട്, ആരോഗ്യമുണ്ട്, മരുന്നുണ്ട്, പിന്നെ സാമ്പത്തികമായി കഴിവുണ്ട്, ചിലപ്പോൾ അവർക്കൊരു വാഹനം വാങ്ങിക്കൊടുക്കലായിരിക്കും പിന്നീട് അവർക്ക് ചെയ്യാനുള്ള നന്മ. അതുമായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വേറെന്ത്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിരിക്കും. അത് ഏതെങ്കിലും ഒരു പാലിൽ അല്ലെങ്കിൽ കറിയിൽ കുറച്ച് വെള്ളം ചേർത്ത് അല്പം കൂടി അയൽവാസിക്ക് കൊടുക്കുക എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു പരിമിതമായ കാര്യത്തിൽ ഒതുക്കേണ്ടതല്ല. അതാ ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പോൾ പർദ്ദ ധരിക്കണം, വല്ല പർദ്ദ ഉണ്ടല്ലോ, അവരുടെ ശിരോവസ്ത്രം മാറിലൂടെ താഴ്ത്തിയിടട്ടെ എന്ന കൽപ്പന പ്രവാചകൻ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു കൊടുക്കൊന്നും വേണ്ട. അവരോട് പറഞ്ഞാൽ തന്നെ അവർക്കറിയാം. മനുഷ്യരോടല്ലേ ഇത് പറയുന്നത്, അല്ലാതെ ഒരു പർദ്ദട്ടിട്ട് റസൂൽ ഇങ്ങനെ വന്ന് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇതെങ്ങനെയാണ് പർദ്ദട്ടേണ്ടത്, ഇതാണ് പറഞ്ഞ ആയത്തിന്റെ അർത്ഥം. വിവാഹമോചനം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഖുർആനിലുണ്ട് എന്ന് ഇവർ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. വിവാഹമോചനം ചെയ്ത ആളുകളോട് ചെയ്യേണ്ടത് അത് വിവാഹമോചനം ചെയ്തിട്ട് കാണിച്ചു കൊടുക്കണം. വിവാഹമോചനം ചെയ്ത് കാണിച്ചു കൊടുക്കണം. വലാ തഖറബു സിന, സിനയോട് അടുക്കരുത് എന്ന് പറഞ്ഞാൽ അതെന്താന്ന് കാണിച്ചു കൊടുക്കണം. എന്താ പറയുക, ഈ സംഗതി എന്താന്ന് അവർക്ക് അറിയില്ല, അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവർക്ക്. ഇങ്ങനെ പ്രവാചകൻ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു കൊടുക്കണം, പ്രയോഗവൽക്കരിച്ച് കാണിച്ചു കൊടുക്കും പ്രവാചകൻ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ. അല്ലാത്ത കാര്യങ്ങൾ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അവിടെയൊക്കെ മൗലികമായ വിഷയം എന്താണ്, മൗലികമായ കാര്യങ്ങൾ എന്താണ്, അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്താണ്, അതാണ് സൂക്ഷിക്കേണ്ടത്. ബാക്കി അതിൻ്റെ ശാഖകളൊക്കെ കാലാകാലങ്ങളിൽ വ്യത്യാസം വരും. അയൽവാസിക്ക് ഗുണം ചെയ്യണം എന്ന് ഖുർആനിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു കാലഘട്ടത്തിലെ ഗുണം ഒരയൽവാസിക്ക് രോഗം കൊണ്ടായിരിക്കും, ഒരയൽവാസിക്ക് തൻ്റെ കുട്ടിയെ കെട്ടിച്ചു കൊടുക്കേണ്ടതായിരിക്കും, ഒരയൽവാസിക്ക് വീടില്ലാത്തതായിരിക്കും, ഒരയൽവാസിക്ക് തൻ്റെ കുട്ടിയെ അഭ്യസിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതായിരിക്കും. ഇതൊക്കെ കറിയിൽ അല്പം വെള്ളം ചേർത്ത് ഇഹ്സാൻ ചെയ്യുക എന്ന് പറയുന്ന ഹദീസിൽ ഒതുക്കേണ്ടതാണോ? അപ്പൊ അതിലെ മൗലികമായ കാര്യമാണ് ഖുർആൻ പറഞ്ഞത്. ഇങ്ങനെ മൗലികമായ കാര്യങ്ങളാണ് ഖുർആൻ പറയുക. അതാണ് ഞാൻ ചുരുക്കത്തിൽ ബുദ്ധിയുള്ള മനുഷ്യനോടാണ് ഖുർആനിന്റെ സന്ദേശം, ഖുർആനിന് സംസാരിക്കാനുള്ളത്. ഖുർആനിന്റെ സംസാരം ബുദ്ധിയുള്ള മനുഷ്യരോടാണ്. അവർക്ക് പറഞ്ഞാൽ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാവും. അത് പ്രവാചകന് പ്രയോഗവൽക്കരിക്കേണ്ട കാര്യങ്ങൾ പ്രവാചകൻ പ്രയോഗവൽക്കരിക്കും, അതിൽ നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷേ നമുക്ക് ചോദിക്കാനുള്ളത്, പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തരിക ഹദീസല്ല ഖുർആനല്ലേ എന്നാണ് നമുക്ക് ചോദിക്കാൻ. ഇനി ഇവർ പ്രയോഗവൽക്കരിച്ച് കാണിച്ച് തന്നു എന്ന് പറയണത് തന്നെ എങ്ങനെയാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് സക്കാത്തിന്റെ കാര്യം, അന്നിപ്പോൾ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തന്നത് 2.5%, സ്വർണത്തിന് 2.5%, വെള്ളിക്ക് 2.5%. വെള്ളിയുടെ നിസാബ് എത്രയാണ്? 590 ഗ്രാം വെള്ളി, 10 പവനും 6 ഗ്രാമും സ്വർണത്തിനും. അതൊന്ന് പ്രയോഗവൽക്കരിക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത്? 10 പവനും 6 ഗ്രാമും സ്വർണത്തിന് ഇന്ന് 3 ലക്ഷം രൂപയോളം വേണം. 590 ഗ്രാം വെള്ളിക്ക് 35,000 രൂപ മതി. ഇതൊന്ന് പ്രായോഗികം. നീ ഇതൊന്നും പറയാത്ത ഒരുപാട് ലോഹങ്ങൾ ലോകത്ത് എത്ര ഉണ്ട്? വജ്രണ്ട്, രത്നണ്ട്, മുത്തുണ്ട്, പവിഴുണ്ട്,
മരതകണ്ട്, വിമാനമുണ്ട്, ബസ്സുണ്ട്, ലോറിയുണ്ട്, കാറുണ്ട്. ഇതിൻ്റെയൊക്കെ നിസാബ് വില പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെയൊക്കെ മൗലികമായ കാര്യങ്ങളെ ഖുർആന് പറയാനുള്ളൂ. ബാക്കി ലോക പ്രദേശങ്ങളും ലോകവും വികസിക്കുകയും നാഗരികത വളരുകയും ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ തോത്, അതിൻ്റെ പിന്നെ ഓരോ സംഗതിയും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതൊന്നും അന്നത്തെ പ്രവാചകന് മുഴുവൻ അത് പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തരാൻ കഴിയില്ല. വജ്രത്തിൻ്റെ നിസാബ് കണ്ടെത്തി അത് വീതം വെച്ച് കാണിച്ചു തരാൻ പറ്റുമോ? മരതകത്തിൻ്റെ പറയാൻ പറ്റുമോ? രത്നത്തിൻ്റെ പറയാൻ പറ്റുമോ? മുത്തിൻ്റെ പറ്റുമോ? പേളിൻ്റെ പറ്റുമോ? പൗഴത്തിൻ്റെ പറ്റുമോ? എത്ര വിമാനം ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണമെന്ന് പറയാൻ പറ്റുമോ? അന്ന് അവരുടെ നാട്ടിലുള്ള ഒട്ടകത്തിൻ്റെയും ആടിൻ്റെയും കഥ പറയാന്നല്ലാതെ. അന്ന് ചിലപ്പോൾ സ്വർണത്തിനും വെള്ളിക്കും ഒരേ മൂല്യമായിരിക്കും. അതായിട്ടുണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. 590 ഗ്രാം വെള്ളിക്കും 10 പവനുണ്ടെങ്കിൽ 10.6 സ്വർണം ഉണ്ടെങ്കിൽ 10 പവനും 6 ഗ്രാമും സ്വർണം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അന്ന് മൂല്യം ഒന്നായിരിക്കും. പക്ഷെ ഇന്ന് മൂല്യം വ്യത്യാസപ്പെട്ടു. അതൊന്നും നിശ്ചിതമായി പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ ഖുർആനിലെ എത്ര ആയത്ത് നബിക്ക് പ്രയോഗവൽക്കരിച്ച് കാണിക്കാൻ പറ്റും? ഒരുപാട് ആയത്തുകളുണ്ട്. അതൊക്കെ റസൂലിന് പറ്റും. അതാ ഞാൻ ചോദിച്ചത്. റസൂലിന് പ്രയോഗവൽക്കരിച്ച് കാണിക്കാൻ പറ്റിയ സംഗതികൾ അദ്ദേഹം ചെയ്യും. പക്ഷേ അത് ഖുർആനാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ പ്രവാചകന്റെ ദൗത്യം ഈ ഖുർആൻ എത്തിക്കലാണ്. യാ അയ്യുഹൻ നബിയു, ഒരായത്ത് കൂടി, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. നിന്നെ ഒരു ഷാഹിദായിട്ട്, അവർക്ക് സാക്ഷിയായിക്കൊണ്ട്, സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിട്ട്, മുന്നറിയിപ്പ് നൽകുന്നവനായിട്ട്, ദൈവത്തിൻ്റെ അനുവാദത്തോടുകൂടി ദൈവത്തിലേക്ക് ക്ഷണിക്കുന്നവനായിട്ടും പ്രകാശിക്കുന്ന ഒരു വിളക്കുമായിട്ടാണ് ഞാൻ നിന്നെ അയച്ചിട്ടുള്ളത്. ഷാഹിദ് എന്നും ഷഹീദ് എന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സന്ദേശം അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിച്ചു. അതിന് ഞാൻ സാക്ഷിയാണ് എന്ന് തെളിയിക്കാനുള്ളതാണ്. ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും. അദ്ദേഹം തൻ്റെ സന്ദേശം എത്തിച്ചു എന്ന് അവർക്കെതിരിൽ സാക്ഷിയാണ്. നമുക്കും പറയാനുള്ളതാ, ദൈവികമായ സന്ദേശം ജനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചു. ഇതാണ് അള്ളാഹുവിൻ്റെ സന്ദേശം, ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു. ഇനി ജനങ്ങൾ ഇതിന് വിപരീതം പ്രവർത്തിച്ചോ എന്നുള്ളത് നമ്മുടെ ബാധ്യതയല്ല. ഇതിനെ വിശ്വസിച്ചോ, ഇതിന് അനുകൂലം പ്രവർത്തിച്ചോ, ഇതനുസരിച്ച് ജീവിച്ചോ, ഇത് നമ്മുടെ ബാധ്യതയല്ല. മുഹമ്മദ് നബിയോട് അതാ പറയുന്നത്, നിന്നെ അവരുടെ ഷാഹിദായിട്ടാണ്. ഷഹീദ ഖുർആൻ പറഞ്ഞല്ലോ, ഇന്ന അർസൽനാ ഇലൈക്കും റസൂലൻ, നിങ്ങളിലേക്ക് ഞാൻ ഒരു ദൂതനെ, ഷഹീദൻ അലൈക്കും, നിങ്ങൾക്കെതിരിൽ സാക്ഷിയായിക്കൊണ്ട്. ഷഹിദ അല എന്ന് പറഞ്ഞാൽ എതിർ സാക്ഷി നിൽക്കുക എന്ന്. ഷഹിദ ലഹു എന്ന് പറഞ്ഞാലാണ് അനുകൂലമായി സാക്ഷി പറയുന്നത്. കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല, ഫറോവയിലേക്ക് ഞാൻ ഒരു ദൂതനയച്ചതുപോലെ ഫറോവയിലേക്ക് വന്ന ദൂതനായ മൂസ ഒരിക്കലും അദ്ദേഹത്തിന് അനുകൂലമായി സാക്ഷി പറയുന്നവനല്ല. മറ്റൊരായത്തിൽ ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജീനാ ബിക അലാ ഹൗലായി ഷഹീദ. ഓരോ സമൂഹത്തിൽ നിന്നും അവർക്കെതിരിൽ ഒരു സാക്ഷിയെ ഞാൻ കൊണ്ടുവരുന്ന വേളയിൽ എങ്ങനെയുണ്ടായിരിക്കും? വജീനാ ബിക, നിന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു, അലാ ഹൗലായി, ഇക്കൂട്ടർക്കെതിരിൽ ഷഹീദ, ഒരു സാക്ഷിയായിക്കൊണ്ട്. വയൗമ നബ്അസു മിൻ കുല്ലി ഉമ്മത്തിൻ ഷഹീദൻ അലൈഹിം. ഇവിടെ നിന്ന് ഷഹീദ് എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിയല്ല. ഇപ്പം ഷഹീദാകാൻ പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ ഒരർത്ഥം പറയില്ല. ഖുർആനിൽ ഒരു സ്ഥലത്ത് പോലും ഷഹീദ് എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി എന്ന അർത്ഥമില്ല. ജീവിതസാക്ഷി, ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ജീവിതസാക്ഷിയായിക്കൊണ്ട് ഈ സന്ദേശം ഞാൻ അവരിൽ ജീവിച്ച് കാണിച്ചു കൊടുത്തു, അവരിലേക്ക് ഞാൻ എത്തിച്ച് കൊടുത്തു എന്നുള്ളതിൻ്റെ ജീവിതസാക്ഷി. പിന്നീട് അവർ എഴുതിയുണ്ടാക്കി ഈ ഖുർആന് പുറമെ പലതും, അതനുസരിച്ച് അവർ ജീവിച്ചു. അതിൻ്റെ കുറ്റക്കാരൻ ഞാനല്ല. ഇതാണ് ദൂതന്മാരുടെ ദൗത്യം. ഷഹീദൻ അലൈഹിം മിൻ അൻഫുസിഹിം വജീനാ ബിക ഷഹീദൻ അലാ ഹൗലായി. ഇവർക്കെതിരിൽ ഒരു ഷഹീദായിട്ട് ഞാൻ നിന്നെ കൊണ്ടുവന്നു. വനസ്സൽനാ അലൈക്കൽ കിതാബ, നിനക്ക് ഞാൻ ഒരു കിതാബും ഇറക്കി തന്നു. എങ്ങനത്തെ കിതാബ്? തിബിയാനൻ ലികുല്ലി ഷൈഇൻ, എല്ലാ സംഗതിക്കുമുള്ള വിവരണമായിക്കൊണ്ട്, വഹുദൻ മാർഗദർശനമായിക്കൊണ്ടും, വറഹ്മത്തൻ കാരുണ്യമായിക്കൊണ്ടും, വബുശ്റ സന്തോഷവാർത്തയായിക്കൊണ്ടും. ആർക്ക്? എല്ലാവർക്കും ഇല്ല, ലിൽ മുസ്ലിമീൻ, ഇതനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രം.
സമാധാനമുണ്ടാക്കുന്ന ആളുകൾക്ക് മാത്രം. ഫഇന്നമാ അലൈക്കൽ ബലാഗ്, മറ്റൊരു സ്ഥലത്ത് പറയുന്നു, നിന്റെ ബാധ്യത ഈ സന്ദേശം എത്തിക്കലാണ്. വഅലൈനൽ ഹിസാബ്, അവരുടെ വിചാരണ നടത്തലേ എൻ്റെ ബാധ്യത. ഇവിടെ മുഹമ്മദ് നബിനെ കൊണ്ടുവരെ വിചാരണ നടത്തിപ്പിച്ചിട്ടുണ്ട് പല ഹദീസുകളിലും. അതൊന്നും ഇവിടെ സംസാരിക്കാൻ സമയമില്ല. അത് ഹദീസ് സംസാരിക്കാൻ നിന്നാൽ സമയം പോകും. നിന്റെ ദൗത്യം ബലാഗാണ്. നീ ഇവിടെ സ്വർഗവും നരകവും വീതിക്കാൻ. ആ ഒരു ഹദീസുകളുടെ പിന്തുടർന്നുകൊണ്ടാണ് നമ്മുടെ പുരോഹിതന്മാർ ഒരുപാട് ആളുകളെ സ്വർഗത്തിലേക്കും ഒരുപാട് ആളുകളെ നരകത്തിലേക്കും ഒരുപാട് ആളുകളെ മുശ്രിക്കീങ്ങളും ഒരുപാട് ആളുകളെ കാഫിറുകളാക്കിയിട്ട് ഈ റോട്ടോരങ്ങളിൽ ഈ അലറിക്കൊണ്ട് നടക്കുന്നത്. ഇവിടെ ആര് നമ്മളോട് ഈ ബലാഗ്, ഈ സന്ദേശം എത്തിക്കാൻ പറ, ഇത് പറഞ്ഞു കൊടുക്കുക. മുസ്ലിമും മോമിനും കാഫറും മുശ്രിക്കും ഒക്കെ തീരുമാനിച്ച് സ്വർഗവും നരകവും വീതിക്കലൊക്കെ അള്ളാഹു ചെയ്തുകൊള്ളു. അതൊന്നും നമ്മുടെ ബാധ്യതയില്ല. നബിനോട് തന്നെ പറഞ്ഞിട്ടില്ല. നിന്റെ ബാധ്യത ബലാഗാണ്, എന്റെ ബാധ്യതയാണ് ഹിസാബ്. അവർ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ നിന്നെ ഞാൻ അവരുടെ ഹഫീലായിട്ട് അയച്ചിട്ടില്ല. ഇന്നലൈക ഇല്ലൽ ബലാഗ്, നിനക്ക് ഇത് എത്തിക്കലല്ലാതെ വേറെ വഴിയില്ല. ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിർ, നീ മുന്നറിയിപ്പ് കൊടുക്കുന്നവൻ മാത്രമാണ്, നീ അവരുടെ മേൽ ഒരധികാരിയുമല്ല എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നു. എങ്ങനെ അപ്പോൾ പ്രവാചകന്റെ ദൗത്യം ഈ റിസാലത്ത് എത്തിക്കലല്ലാതെ വേറെ മറ്റൊന്നുമില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് മറ്റൊരു കാര്യമാണ്. അടുത്ത ആ കാര്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.